ജോയിസ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ മഹാനാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിന്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്. ബിന്ദു രജിത്ത്, ബീഹാറിൽ ഗയ എന്ന ഡിസ്ട്രിക്റ്റിൽ നിന്ന്. ആ പ്രിയ കർത്താവിന്റെ ദാസിയെ ജോയിസ് ടിവിയിലേക്ക് തന്റെ ജീവിതത്തിന്റെ അനുഭവം ഷെയർ ചെയ്യുന്നതിന് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസി, കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവല്ലോ? കർത്താവിൽ സന്തോഷമായിരിക്കുന്നു ആന്റി. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ദൈവം നടത്തിയ വിധങ്ങളും വഴികളും കടന്നുപോയ ചില ഘട്ടങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതൊക്കെ നമ്മുടെ സാക്ഷ്യത്തിലൂടെ ദേവദാസിക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. കേൾക്കുന്നവർക്ക് അത് വലിയ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം പരിശുദ്ധ കർത്താവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ദാസിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ എല്ലാം ദൈവം ബലപ്പെടുത്തണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഇരുന്ന ഹല്ലേലൂയ ജീവിതാനുഭവം ഷെയർ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചാട്ട്. നെറ്റ്വർക്ക് സിസ്റ്റം എല്ലാം കൂടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ഹല്ലേലൂയ വലിയ സാന്നിധ്യത്തിലൂടെ ഞങ്ങളെ അല്പസമയം ഇരുത്തിയാട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഓ ഹല്ലേലൂയ. ദേവദാസി ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാട്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വിശേഷാൽ എന്നെ ഈ ജോയ്സ് ടിവിയിലേക്ക് സാക്ഷ്യം പറയാൻ ക്ഷണിച്ച ആന്റിക്ക്, അതുപോലെ എന്നെ ശ്രവിക്കുന്ന പിന്നീട് എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. എന്റെ പേര് ബിന്ദു രജിത്ത്. ഞാനിപ്പോൾ ബീഹാറിൽ ഗയ ജില്ലയിലായിരിക്കുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങൾ. മോന് സാം രജിത്ത്, അവൻ കേരളത്തില് ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒപ്പമായിരിക്കുന്നു. മോള് സ്റ്റെഫിന രജിത്ത് ചെന്നൈയില് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ BSW പഠിക്കുന്നു. ഓക്കെ, കർത്താവിന്റെ ദാസി ദൈവം സഹായിക്കട്ടെ. ജീവിതാനുഭവത്തിലേക്ക് ഇനിയും കടന്നുപോയ വഴികളെ, കർത്താവ് കടത്തിവിട്ടതായ വഴികളൊക്കെ പറയാനുള്ള അവസരങ്ങളാണ്. അവസരം ഞാൻ കർത്താവിന്റെ ദാസിക്കായി വേർതിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ പ്രിയ ആന്റിക്കും അതുപോലെ എന്നെ സേവിക്കാൻ പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, എല്ലാ ദൈവമക്കളും ക്രിസ്തുവിന്റെ നാമത്തില് എന്റെ സ്നേഹവന്ദനം. എന്നെ ഈ ജോയ്സ് ടിവിയിലേക്ക് ഈ സാക്ഷ്യം പറയാൻ ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആന്റി, ഞാൻ പരിചയപ്പെടുത്തിയ പോലെ എന്റെ പേര് ബിന്ദു രജിത്ത്. ഞാൻ കേരളത്തിലെ എറണാകുളം ജില്ലയിൽ ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എന്റെ അപ്പച്ചൻ, അമ്മ, ഒരു അനുജത്തി, അങ്ങനെ ഞങ്ങൾ 4 പേര് അടങ്ങുന്നതായിരുന്നു ഞങ്ങളുടെ കുടുംബം. അപ്പച്ചൻ 2015 കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനിടയായി. 2015 ഓഗസ്റ്റ് 31 അമ്മയുണ്ട്, അനുജത്തി കുടുംബം, അനുജത്തി ഭർത്താവ്, അവൾക്ക് 2 ആൺകുഞ്ഞുങ്ങളാണ്. അമ്മ അവരോട് ഒന്നിച്ചായിരിക്കുന്നു. ഞാൻ എന്റെ ചെറുപ്പത്തിൽ തന്നെ, മീൻസ് ഒരു 6ാം ക്ലാസ്സില് ഒക്കെ പഠിക്കുന്ന സമയത്താണ് ദൈവവചനം അറിയുവാനായിട്ട് ഇടയായത്. റോമൻ കാത്തലിക്കിൽ ആ സമയത്തൊക്കെ ഞങ്ങളുടെ നാട്ടിലെ ഈ എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കൽ എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് എന്റെ ജനനം. ടൗണിന് തൃശ്ശൂരിനും എറണാകുളത്തിനും ബോർഡർ ആയിട്ട് വരും. ഒരു 45 കിലോമീറ്റർ തൃശ്ശൂർ ടൗണിൽ നിന്നും അതുപോലെ എറണാകുളം ടൗണിൽ നിന്നൊക്കെ ഒത്തിരി ദൂരമുണ്ട്. അപ്പൊ അവിടെയൊക്കെ കാത്തലിക്സിന് മാത്രമേ എനിക്ക് അറിയുള്ളായിരുന്നു. ഞങ്ങൾ കാത്തലിക്സ് ആയിരുന്നു. കാത്തലിക്സ് ഹിന്ദുക്കൾ മാത്രമേ ഞങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ സമയത്തൊക്കെ നമ്മൾക്ക് പുറം ലോകമായിട്ടൊന്നും അത്ര വലിയ ബന്ധങ്ങളൊന്നും ഇല്ല. ആ ഇട്ടാവട്ടത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയുന്നത്. അപ്പൊ കാത്തലിക് മാത്രം ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ കാത്തലിക്, അത്രയും മാത്രം ചിന്താഗതിയായിരുന്നു ആ സമയത്തൊക്കെ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ പിതാവ് വളരെ മദ്യപാനിയായിരുന്നു. പിതാവെന്ന് മാത്രമല്ല, ആ ഒരു ഞങ്ങളുടെ ഗ്രാമത്തിലെ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് ഒരു മിക്കവാറും ആ പ്രായക്കാരൊക്കെ മദ്യപാനത്തിന് അടിമകളായിരുന്നു. അപ്പൊ എന്റെ പിതാവിന്റെ മദ്യപാനം മൂലം ഞങ്ങൾ ഒരുപാട് ഭാരപ്പെടുവാനിടയായി. കാരണം അപ്പച്ചൻ ജോലിക്ക് പോകും, ആ കിട്ടുന്ന പൈസ കുടിക്കും, വൈകുന്നേരം ആകുമ്പോഴേക്കും വീട്ടിൽ വരും, ചിലപ്പോ ജോലിക്ക് പോകത്തില്ല. അപ്പോ വീട്ടിൽ വന്നു കഴിഞ്ഞാല് ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ പോലും സാധിക്കാറില്ലായിരുന്നു.
ചുരുക്കം പറഞ്ഞ അമ്മയാണ് ഞങ്ങൾക്ക് എല്ലാം മരുന്ന്, അമ്മയാണ് ഞങ്ങൾ വളർത്തിയത്. അപ്പച്ചൻ ഒരു നല്ല മനുഷ്യനാണ്, എല്ലാ രീതിയിലും വളരെ സാധുക്കളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന നല്ലൊരു പിതാവായിരുന്നു. ഞങ്ങളോട് സ്നേഹമാണ്, അമ്മയോട് സ്നേഹമാണ്. പക്ഷെ ഈ മദ്യം എന്ന പിശാച് അപ്പച്ചനെ ആ ഒരു ഇതിൽ നിന്നൊക്കെ അകറ്റുവാനിട്ടിടേ. അപ്പച്ചനാണെങ്കിൽ കുടിച്ച് ഒരു 2-3 വീടിനപ്പുറം എത്തുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പച്ചൻ വരുന്നത്. അതേപോലെ ഒരു സ്വരം വിളിയൊക്കെ ആയിട്ടാണ് അപ്പച്ചൻ വരാം. അപ്പൊ തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരവസ്ഥയായിരുന്നു. പലപ്പോഴും കഴിച്ച ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ മറ്റുള്ള വീടുകളിൽ പോയി കിടക്കേണ്ടതായിട്ട് അവസ്ഥകൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ചെറുപ്പത്തില്. അപ്പൊ ആ കാലത്തൊക്കെ പല വീടുകളിൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടെങ്കിലും ഇത്രയും ഇത്രയ്ക്ക് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പന്മാര് കുടിച്ചു വരും, അവര് സമാധാനമായിട്ട് കഴിയും, ഒരവസ്ഥയായിരുന്നു. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഇരിക്കാലാണ് എന്റെ അമ്മ, അതുപോലെ എന്റെ അമ്മയുടെ സിസ്റ്റേഴ്സൊക്കെ അപ്പച്ചന്റെ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി ഒരുപാട് നേർച്ച കാഴ്ചകളൊക്കെ നടത്തുവാനിടയായി. അങ്ങനെ ഒരിക്കൽ ഒരു ഞങ്ങളുടെ അടുത്ത് തന്നെ ഉള്ള സ്ഥലത്ത് പേര് ചെട്ടിക്കാട് അങ്ങനെ ഒരു കാത്തലിക് പള്ളിയില് ഒരു ചൊവ്വാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മ എങ്ങനെയാണ്, ഒരു നേർച്ചയുണ്ട്. ആ നേർച്ചയ്ക്ക് ഒരിക്കൽ എന്റെ അമ്മയും അവിടെയുള്ള ആൾക്കാര് സഹോദരിമാരൊക്കെ ഒരുമിച്ച് പോയ സമയത്ത് തിരിച്ചു വരുമ്പോ കാർ ആക്സിഡന്റ് ഉണ്ടാകുവാനിടയായി. ആ കാർ ആക്സിഡന്റ് വലിയ രീതിയിലൊന്നും അല്ലെങ്കിലും അമ്മയും ഈ പറഞ്ഞ പോലെ ഞാൻ ഗ്രാമം വിട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല. അപ്പോ കൂട്ടത്തിൽ പോകുമ്പോ കാറ് വരുന്ന വഴിക്ക് ആള് അറിയാതെ പെട്ടെന്ന് ക്രോസ് ചെയ്തു. അമ്മേനെ ജസ്റ്റ് ഒന്ന് മുട്ടി. അങ്ങനെ ചെറിയൊരു പ്രയാസം ആ സമയത്ത് അമ്മയ്ക്ക് ഭവിക്കാനിടയായി. ഈ അപ്പച്ചന്റെ മദ്യപാനത്തിൽ നിന്നൊരു വിടുതല്, ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ ആ സമയത്തൊക്കെ. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനും എന്റെ അനുജത്തിയുണ്ട്, എന്റെ അമ്മയുടെ അനിയത്തിന്റെ വീട് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഇരുന്നു. അപ്പൊ ഞാനും എന്റെ അനുജത്തിയും കൂടി അങ്ങോട്ട് പോയി. ഞങ്ങളിങ്ങനെ അറിഞ്ഞ അമ്മയ്ക്ക് ഇങ്ങനെ പറ്റി, ഒന്നും കറക്റ്റ് അറിവൊന്നും ഇല്ല. അപ്പച്ചൻ കുടിച്ചു വന്നിട്ട് ഞാനിപ്പ ചാകും എന്ന് പറഞ്ഞ അലറുന്ന ഒരു ശബ്ദം അത് ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. അത് ഞാൻ ഇപ്പോഴും അത് ഓർക്കുകയാണ്, ആ അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നുപോയത്. അങ്ങനെ വളരെയധികം പ്രയാസങ്ങളിലൂടെ എല്ലാവർക്കും അറിയാമല്ലോ ഒരു കുടിയനായ വ്യക്തിയുടെ കുടുംബത്തിലുണ്ടാകുന്ന അവസ്ഥകൾ, അതിലൂടെയൊക്കെ ഞങ്ങൾ കടന്നു പോകാനായിട്ട് ഇടയായി. അതുപോലെ അമ്മ ഈ മന്ത്രവാദത്തിന്, ഈ ഛർദിപ്പിക്കാം, ഈ കൈവശം ഛർദിപ്പിക്കാന്നൊക്കെ പറയും, അതിനൊക്കെ അമ്മ അപ്പച്ചനെയും കൊണ്ട് പോയിട്ടുണ്ട്, അമ്മയും അമ്മയുടെ സഹോദരിമാരൊക്കെ. കാരണം അതേപോലത്തെ ഒരു അവസ്ഥകളായിരുന്നു, അമ്മയെ ഉപദ്രവിക്കുക, അങ്ങനത്തെ ആ ഒരു അവസ്ഥകളായിരുന്നു ജീവിതത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിലെ ഫാദർ മാത്യു തിരുമല, അദ്ദേഹം, അങ്ങനെ ഒരു അച്ഛൻ ഞങ്ങളുടെ ഗ്രാമത്തിന് തൊട്ടടുത്ത് തുരുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കടന്നു വരുവാനിടയായി. അദ്ദേഹത്തെ ഈ തിരുസഭ, അതായത് കത്തോലിക്ക സഭ പുറത്താക്കിയ ഒരു ഫാദറായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകള് സഭയ്ക്ക് പ്രതികൂലമായിരുന്നു. അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്ന വിഗ്രഹാരാധന തെറ്റാണ്, പെരുന്നാള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി അതിനെതിരായിട്ട് സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ പുള്ളി ദിവ്യബലി, കുർബാനയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തു. കാരണം കുർബാനയ്ക്ക് എന്തും പോകണം, നമ്മൾ ദിവ്യബലി സ്വീകരിക്കണം, പക്ഷെ ഈ വിഗ്രഹാരാധന കാര്യങ്ങള് ഇങ്ങനെ ഇതൊന്നും പാടില്ല, അങ്ങനത്തെ ഒരു പഠിപ്പിക്കലായിരുന്നു അദ്ദേഹത്തിന്റെ. അതുപോലെ തന്നെ ഈ തുരുത്തൂർ എന്നൊക്കെ പറഞ്ഞ ആ സമയത്ത് ഈ ചാരായ മാറ്റിന്റെ കേന്ദ്രമായിരുന്നു തുരുത്തൂര്, ഗോതിരത്ത് എന്ന് പറയുന്ന ഈ സ്ഥലങ്ങളൊക്കെ. ഞങ്ങളുടെ വീടിന്റെ എവിടെയെങ്കിലും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഈ തുരുത്തൂരുള്ള പോലെ അത്രയൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് എന്റെ ഓർമ്മ. ഞാൻ ചെറുതായിരിക്കും എന്റെ വീട്ടിലും ഈ ചാരായം മാറ്റിയത് എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ അമ്മയും അമ്മയുടെ അനുജത്തി കുടുംബമൊക്കെ ആയിട്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് ഞാനും അത് ഓർക്കുന്നുണ്ട്. അപ്പൊ ഈ അച്ഛൻ വന്ന് എല്ലാ വീടുകളും കയറി ഇറങ്ങി അവരെങ്ങനെ ഈ ചാരായത്തെ കുറിച്ചും മദ്യപാനം, അതുപോലെ ഈ ചാരായം ഉണ്ടാക്കുന്നത്, പിന്നെ ഈ വിഗ്രഹാരാധന, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ആളുകളെ പ്രബോധിപ്പിക്കാനും ഭജന പഠിപ്പിക്കാൻ തുടങ്ങി അവരെ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അപ്പച്ചനും അമ്മച്ചി പ്രായമായവരാണ്, അവര് ഈ ധ്യാനത്തിന് പോയി. ഈ അച്ഛന്റെ ധ്യാനം കൂടുവാനായിട്ട് അണ്ടിപ്പള്ളിക്കാവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയി 7 ദിവസമാണ് ധ്യാനം, തിങ്കൾ മുതൽ ഞായറാഴ്ച വരെ ആ ധ്യാനം കൂടുവാനായിട്ട് പോയി. ആ അപ്പച്ചന് ഒരു വിടുതൽ ഉണ്ടാകാൻ ഇടയായി, വചനം പഠിക്കുവാനും അതുപോലെ മദ്യപാനത്തിൽ നിന്നൊക്കെ ഒരു വിടുതലായി. അപ്പൊ ഈ അമ്മച്ചിയുടെ പേര് കുഞ്ഞനെന്നാണ്. ഈ അമ്മച്ചി ഇന്നും ഉണ്ട്, ഇപ്പൊ ഒരു രോഗിയായ ഒരു അവസ്ഥയിലാണ്. അപ്പൊ ഈ അമ്മച്ചി ഞങ്ങളോടും വന്ന് പറഞ്ഞു, എന്റെ അമ്മച്ചിയോട് പറഞ്ഞു, ഏലിയാമ്മ എന്നാണ് എന്റെ അമ്മച്ചിയുടെ പേര്, ഏലിയാമ്മ അവനെയും കൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ ഉണ്ടാകും എന്നൊക്കെ പറയാനിടയായി. അങ്ങനെ എന്റെ അമ്മച്ചീനെയും ഈ ധ്യാനത്തിന് കൊണ്ടുപോയി. അമ്മച്ചി അപ്പച്ചനും കൂടെ പോയി അവിടെ ഒരാഴ്ച ഇരുന്ന് അവര് വചനം കൂടി, വചനം പഠിക്കുവാനിടയായി. ആ സമയത്തൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ബൈബിൾ ഉണ്ടെങ്കിൽ ആരും അത് വായിക്കുന്നില്ല, വെറുതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. വചനത്തെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ലാത്തൊരവസ്ഥ.
പള്ളിയിൽ എന്തോ അച്ഛൻ പ്രസംഗിക്കുന്ന ആ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം അറിയാം, അതിനപ്പുറം ഒന്നും അറിയില്ല. എന്റെ അമ്മയും അപ്പച്ചനും ധ്യാനം കൂട്ടാൻ പോയി. അതുപോലെ തന്നെ എന്റെ അമ്മയുടെ അനിയത്തി അവരുടെ ഭർത്താവും ഈ ധ്യാനം കൂടാനൊക്കെ പോയി. അങ്ങനെ ചെറിയൊരു കരിസ്മാറ്റിക് മൂവ്മെന്റ് അവിടെ ഉണ്ടാകുവാനായിട്ട് ഇടയായി. അങ്ങനെ ഇരിക്കെ എന്റെ അപ്പച്ചൻ പിന്നെ സ്ഥിരം ബൈബിൾ വായിക്കാൻ തുടങ്ങി, വചനം വായിക്കാൻ തുടങ്ങി. എന്റെ അമ്മച്ചിക്കാണെങ്കിൽ വായിക്കാനൊന്നും അത്ര അറിയില്ലായിരുന്നു. പക്ഷെ അമ്മച്ചി ബൈബിൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ബൈബിൾ വായിച്ചാണ് അമ്മച്ചി വായിക്കാൻ പഠിച്ചത്. വേറെ ഒന്നും വായിക്കത്തില്ല, പക്ഷെ ബൈബിൾ അമ്മ വായിക്കാൻ പഠിച്ചു. അങ്ങനെ എന്റെ അമ്മച്ചിയുടെയും എന്റെ അമ്മച്ചിയുടെ അനുജത്തിലേക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുവാനിടയായി. എന്റെ അപ്പച്ചൻ മദ്യപാനം നിർത്തി. പക്ഷെ അപ്പച്ചൻ മദ്യപാനം നിർത്തിയെങ്കിലും അതുപോലെ മീറ്റിങ്ങുകൾക്കൊക്കെ പോവാൻ വളരെ മുമ്പിലായിരുന്നു, എല്ലാവരും കൊണ്ട് പോവാനും മീറ്റിങ്ങുകൾക്ക് പങ്കെടുക്കാനൊക്കെ. പക്ഷെ അപ്പച്ചന്റെ ആ മദ്യപാനം നിർത്തല് ഒരു 6 മാസത്തോളം ഉണ്ടായിരുന്നുള്ളൂ. ആ 6 മാസം ഞങ്ങളുടെ വീട്ടിൽ വളരെ സന്തോഷവും സമാധാനവും വളരെയധികം ഒരു നല്ലൊരു അവസ്ഥ, അത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ആ ഒരു അവസ്ഥയിലൂടെ ദൈവം കൊണ്ടുപോയി. പക്ഷെ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കും അപ്പച്ചൻ വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് കടന്നു പോകാനിടയിൽ പിന്നെയും അപ്പച്ചൻ മദ്യപാനം തുടങ്ങി. പക്ഷെ എന്റെ അമ്മയുടെ അനുജത്തിയൊക്കെ അറിഞ്ഞ സത്യം, അന്ന് ഒരു കരിസ്മാറ്റിക് അനുഭവം ആണെങ്കിലും അത് അവരുടെ ജീവിതത്തിൽ വളരെയധികം വ്യതിയാനങ്ങൾ, വചനം അവരെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം അവരുടെ ജീവിതത്തിലെ പല സ്വഭാവങ്ങളിൽ നിന്ന് വിടുതല്, അതുപോലുള്ള ആഡംബരങ്ങളിൽ നിന്നുള്ള ആഡംബരം അധികമില്ലെങ്കിലും ഇപ്പൊ ആഭരണത്തോടെയുള്ള ഒരു ഭ്രമമുണ്ടല്ലോ മനുഷ്യർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ പ്രാപിക്കാനിടയായി. എന്റെ അമ്മച്ചിയുടെ ഒരു അനുജത്തി ഉണ്ട്. അവർക്ക് ഉള്ള പൈസ കൊണ്ട് അവരിങ്ങനെ ആഭരണങ്ങൾ മേടിക്കും. അപ്പൊ ആദ്യം ഇങ്ങനെ അറുത്തുപോയിട്ട് 2ആയിട്ട് കീറിപ്പോയി, അത് പോയി സ്റ്റിച്ചിട്ടിട്ട് പിന്നെയും ആഭരണം ഇട്ട ഒരു സ്ത്രീയാണ്. പക്ഷെ ഈ ധ്യാനം കൂടി വചനം കൂടിയതോടുകൂടി അതിൽ നിന്നൊക്കെ ഒരു മോചനം അവർക്ക് ലഭിക്കുവാൻ ദൈവം അവരെ സഹായിച്ചു. ആ ഒരു വചനം അവരുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുവാനിടയായി. അവരറിഞ്ഞത് സത്യമാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ അപ്പച്ചൻ ഇങ്ങനെ പോയെങ്കിലും പിന്നെയും അമ്മച്ചി ഈ പ്രാർത്ഥനയ്ക്കും കാര്യങ്ങൾക്കൊക്കെ പോയിക്കൊണ്ടിരുന്നു. ഞങ്ങളന്ന് ചെറുതാണ്, ഞങ്ങളെയും ഈ എവിടെ പോയാലും എന്നെയും എന്റെ അനുജത്തിനെയും ഈ മീറ്റിങ്ങുകൾക്കൊക്കെ കൊണ്ടുപോകായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ വേറൊരു മിഷനുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോഴും ഞങ്ങൾക്ക് സ്ഥാനത്തെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ ആ സമയത്തൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ അവിടെ നിന്ന് കുറെ നീങ്ങിയിട്ട് ഒരു 10 കിലോമീറ്ററൊക്കെ അപ്പുറം ഈ വിശ്വാസികളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അവരൊന്നും അറിയില്ല. പെന്തിക്കോസ്തുകാരെന്നൊക്കെ പറയുമ്പോൾ അത്രയൊന്നും നമുക്ക് വലിയ അറിവുമില്ല, വലിയ വിലയുമില്ല. പക്ഷെ പിന്നെ ചിലരൊക്കെ വന്ന് നമ്മളെ പഠിപ്പിക്കാനിടയെ സ്നാനം സത്യമാണ്, ദൈവത്തെ അറിഞ്ഞവർ രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണം എന്നൊക്കെ പഠിപ്പിച്ച് അങ്ങനെ ഞങ്ങള് ആ സ്നാനം ശരിയാണെന്ന് ഉള്ള ബോധ്യമുള്ള ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു പോകാനിടയായി. ക്രിസ്ത്യൻ ഫെലോഷിപ്പ് തൃശ്ശൂര്, അതാണ് ആ മിഷന്റെ പേര്. രാജൻ കുന്നുലോൻ എന്നാണ് ആ മിഷന്റെ ലീഡറുടെ പേര്. ആദ്യം ഇപ്പൊ ദേവസ്വത്തിലേക്ക് ചേർക്കപ്പെട്ടു. അങ്ങനെ അവരുടെ ഗ്രൂപ്പുമായിട്ട് ഞങ്ങൾ ചേർന്ന് ദൈവത്തെ അപ്പച്ചനും അമ്മയും അപ്പച്ചൻ അത് കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും അപ്പച്ചൻ ഈ ആരാധനയ്ക്കൊക്കെ വരാനൊക്കെ തുടങ്ങി. അപ്പച്ചന് സ്നാനപ്പെട്ടു, അമ്മയും സ്നാനപ്പെട്ടു. അതുപോലെ അമ്മയുടെ അനീതി സ്നാനപ്പെട്ടു. ഈ അമ്മയുടെ അനീതി സ്നാനപ്പെട്ടതിന് ശേഷം ഇളയപ്പന് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനായിട്ടൊക്കെ ഇടയായിരുന്നു. പക്ഷെ അപ്പച്ചൻ പിന്നെയും ഇങ്ങനെ ഈ എല്ലാവരും വന്ന് ക്ഷണിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അപ്പച്ചൻ വീണ്ടും ആരാധനയ്ക്കൊക്കെ വരാൻ തുടങ്ങി. കത്രിമേശ എടുക്കും. പക്ഷെ ആ സമയത്തൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പച്ചൻ ഇങ്ങനെ മദ്യപിക്കുമെന്ന്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കരിസ്മാറ്റിക്കിന്റെ അനുഭവത്തിൽ ഒരു 6 മാസം നിന്നിട്ട് പിന്നെ അപ്പച്ചൻ പിന്മാറ്റത്തിൽ പോയി കുടിച്ചൊക്കെ നടന്നു. അതിനുശേഷമാണ് ഈ ക്രിസ്ത്യൻ ഫെലോഷിപ്പുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ബന്ധപ്പെടുന്നത്. ആ സമയത്ത് ഏകദേശം ഞാനൊരു 9ാം ക്ലാസ്സിൽ 9 10 പഠിക്കുന്ന സമയമാണ്. അങ്ങനെ വീണ്ടും അപ്പച്ചൻ ആരാധനയ്ക്ക് വരാനും സ്നാനപ്പെട്ടത് ആ സമയത്താണ്. ഞാൻ +1990 അപ്പച്ചൻ അമ്മയൊക്കെ സ്നാനപ്പെട്ടു. ആ സമയത്താണ് അവരൊക്കെ സ്നാനപ്പെട്ടത്. പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഈ തെറ്റുകൾ, ഈ മദ്യപാനവും പുകവലിയൊക്കെ അപ്പച്ചനുണ്ടായിരുന്നു. പക്ഷെ മദ്യപിക്കുന്ന കാര്യം എനിക്കോ എന്റെ അനുജത്തിക്കോ ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ആക്ച്വലി അത് അമ്മയ്ക്ക് അറിയാമായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് അപ്പച്ചൻ അമ്മയൊക്കെ സ്ഥാനപ്പെടുന്നതിന് ശേഷം ചില മാസങ്ങൾക്ക് ശേഷം 91 ഞാൻ 90 രക്ഷിക്കപ്പെട്ടു. 91 സെപ്റ്റംബർ 7 കർത്താവിന് ജലത്തിൽ സാക്ഷീകരിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ചില വർഷങ്ങൾക്ക് ശേഷം പ്രീ ഡിഗ്രി വരെ എനിക്ക് പഠിക്കാനായിട്ട് സാധിച്ചുള്ളൂ. അത് കഴിഞ്ഞ് ചില വർഷങ്ങൾക്ക് ശേഷം 1998 എന്റെ വിവാഹം നടന്നത്. 1998 അതിനു മുമ്പ് ഈ പ്രീ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു 3-3.5 വർഷത്തോളം ഞാൻ എറണാകുളത്തുള്ള ഒരു ഹോമിയോ മെഡിക്കൽ ഷോപ്പിലെ ജോലിക്ക് വേണ്ടി കടന്നു പോകാനിടയായി. അവിടെ 3.5 വർഷം ജോലി ചെയ്തു. ആ സമയത്താണ് ഇങ്ങനെ കർത്താവിന്റെ ദാസനുമായിട്ട് എനിക്ക് വിവാഹാലോചന വരുന്നത്. അപ്പോ അങ്ങനെ 1998
കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രജിറ്റ് ചെറിയാൻ, അദ്ദേഹത്തിന് വീട് തൃശ്ശൂരാണ്. അദ്ദേഹം ഒരു റോമൻ കാത്തലിക കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ദേവസ്വത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസനാണ്. അവര് അപ്പനമ്മ 3 മക്കളാണ്. അങ്ങനെ 98 ഇദ്ദേഹം മൂത്തതാണ് വീട്ടില്. ഞങ്ങളുടെ വിവാഹം നടക്കുവാനിടയായി. അതിനുശേഷം ആക്ച്വലി 1997 എന്റെ പ്രിയപ്പെട്ടവൻ പാസ്റ്റർ രജിറ്റ്, അതുപോലെ പാസ്റ്റർ ജേക്കബ് ഐനിക്കൽ, പാസ്റ്റർ ബൈജു എസ്കെ, ഇവര് 3 പേര് ബീഹാറിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു, സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ച്. അങ്ങനെ അത് കഴിഞ്ഞ് അവര് ഏകദേശം 1 വർഷത്തെ നിന്നില്ല. അപ്പൊ തന്നെ വിവാഹത്തിന് വേണ്ടിയിട്ട് അവര് 98 തിരിച്ചു നാട്ടിലേക്ക് വന്നു. പെട്ടെന്ന് വിവാഹം കഴിച്ച് പോകണമെന്നുള്ളതിൽ, കാരണം ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അവർക്ക് വീടുകൾ കിട്ടാനൊക്കെ ഉള്ള പ്രയാസങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട്. അങ്ങനെ 98 ഇവര് നാട്ടിൽ വന്ന് പെട്ടെന്ന് തന്നെ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ നടക്കുവാൻ ദൈവം സഹായിച്ചു. 1998 ഫെബ്രുവരി 18 എന്റെ വിവാഹം നടന്നത്. അതിനുശേഷം ഒരാഴ്ചക്കുള്ളിൽ തന്നെ പാസ്റ്റർ ജേക്കബ് ഐനിക്കല, അവരുടെ വൈഫ് ബിജി ജേക്കബ്, അവരുടെ വിവാഹം നടന്നു. അങ്ങനെ ആ സമയത്ത് വിവാഹത്തിന്റെ സമയം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നാട്ടിൽ ഈ പെന്തിക്കോസുകാരായിട്ട് ഞങ്ങൾ മാത്രമുള്ള വിവാഹത്തെ കുറിച്ചൊക്കെ പലവിധമായ പരിഹാസങ്ങള്, അതായത് ഈ കാത്തലിക്കിന്റെ ഇടയിൽ നമ്മൾ വിശ്വാസികളും ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കാനിടയിൽ, പ്രത്യേകിച്ച് പരിഹാസങ്ങള്. ഞാൻ ഓർക്കാണ് എന്റെ ഒരു അനുഭവം പറഞ്ഞു. ഞങ്ങളുടെ വീട്ടില് കിണറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അയലക്കത്തെ വീട്ടിലാണ് വെള്ളം കോരാനൊക്കെ പോവാറ്. അപ്പൊ ഒരിക്കലും ആ സമയത്ത് ഈ പനക്കലച്ഛൻ അങ്ങനെയുള്ള കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളൊന്നും തുടങ്ങിയിട്ടില്ലാത്തൊരു സമയമായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോ കയർ ഈ പാളയും ഇതും അങ്ങോട്ട് പൊട്ടി കിണറ്റിലേക്ക് പോയി. അപ്പോഴേക്കും അവിടുത്തെ ആൾക്കാർ നിങ്ങൾ ഹല്ലേലൂയ കൈ കൊട്ടി പാടി ഹല്ലേലൂയ പാടും, അപ്പൊ ഇതങ്ങ് പൊങ്ങി വരും. അങ്ങനെയൊക്കെ ഒരുപാട് പരിഹാസങ്ങൾ ഏൽക്കുവാനിടയായി. അതുപോലെ ഞാൻ പറഞ്ഞില്ല, അമ്മിച്ചയൊക്കെ ആഭരണത്തോടൊക്കെ ഒരു ഇത് പ്രാപിച്ചു. ഞങ്ങളും ആഭരണം ഇടാത്തതുകൊണ്ടൊക്കെ അവർക്ക് മറ്റുള്ള കാത്തലിക് ഞങ്ങളുടെ ബന്ധുക്കള് അയൽക്കാർക്കൊക്കെ നമ്മളെപ്പോഴും ഒരു അകറ്റി നിർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എനിവേ അവിടേക്ക് അതിജീവിക്കാനും ദൈവകൃപയിൽ നിൽപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ 98 വിവാഹം നടന്നു. ഒരാഴ്ചക്ക് ശേഷം പാസ്റ്റർ ജേക്കബ് ഐനിക്കൽ അവരും വിവാഹിതരായി. 98 ഫെബ്രുവരി 18 അത് കഴിഞ്ഞ് പാസ്റ്റർ ബൈജു എസ്കെ അവിടെ വിവാഹം നടന്നത് കുറച്ച് വൈകിയാണ്, ഏപ്രിൽ മാസത്തിലാണ്. അപ്പൊ അവിടെ വിവാഹത്തിന് ശേഷം ഏപ്രിൽ 16 അദ്ദേഹത്തിന് വിവാഹം നടന്നു. ഏപ്രിൽ 98 ഏപ്രിൽ 20 ഞങ്ങള് ബീഹാറിലേക്ക്, ഞങ്ങൾ ഈ 2 കുടുംബം പാസ്റ്റർ ജേക്കബ് ഐനിക്കലും ഞങ്ങള് കുടുംബമായിട്ട് ബീഹാറിൽ കടന്നു വരുവാനിടയായി. ആദ്യമായിട്ടാണ് ഈ കേരളത്തിൽ നിന്ന് വിട്ടുള്ള ഒരു യാത്രയും കാര്യങ്ങളും, മാതാപിതാക്കളെ വിട്ട് അല്ലെങ്കിൽ ഇത്രയും ദൂരം കടന്നു വരാനൊക്കെ ദൈവം സഹായിച്ചു. ഞങ്ങൾ ആദ്യമായിട്ട് വന്നത് ബീഹാറിൽ ഹാജിപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ പാസ്റ്റർ MK ബേബി, അദ്ദേഹത്തിന്റെ വൈഫ് സിസ്റ്റർ സാനി, അവരുടെ 2 കുഞ്ഞുങ്ങൾ, അവരോടൊപ്പമാണ് ഞങ്ങൾ ചില ദിവസങ്ങൾ അവിടെ താമസിച്ചത്, ഞങ്ങൾ ഈ 2 കുടുംബവും. അതിനുശേഷം പിന്നെ ചില ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ കുടുംബമായിട്ട് ലാൽഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് കർത്താവിന്റെ വേല അവിടെ തുടങ്ങുവാനിടയായി. അതിനു മുമ്പ് തന്നെ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ലാൽഗഞ്ചിലേക്ക് ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ പ്രവർത്തനം തുടങ്ങി. അതുപോലെ ജേക്കബ് പാസ്റ്റർ മഹനാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവര് അവിടെയാണ് പ്രവർത്തനം തുടങ്ങിയത്. ഈ ലാൽഗഞ്ചില് ആ സമയത്തൊക്കെ ആ കാലഘട്ടത്തില് നമ്മൾ വീടുകൾ കയറി ഇറങ്ങി ട്രാക്ട് കൊടുക്കുക, വ്യക്തിപരമായ സുവിശേഷം അറിയിക്കുക, അന്നൊന്നും അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ ട്രാക്റ്റുകൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ഗ്രാമങ്ങൾക്ക് അങ്ങനൊന്നും വലിയ പ്രയാസങ്ങളില്ല. പക്ഷെ ഇന്നത്തെ അവസ്ഥയാണെങ്കിൽ അങ്ങനെയൊന്നും ഇന്ന് സാധ്യമല്ല. പക്ഷെ അന്ന് അതിനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ലാൽഗഞ്ചിൽ ഞങ്ങൾ ഒരു 5 വർഷം അവിടെ താമസിക്കാൻ ദൈവം സഹായിച്ചു. ആ സമയത്ത് നമ്മൾക്ക് ആളുകൾ ആരാധനയ്ക്ക് വരുമായിരുന്നു. ഒരു 20 പേര് 25 പേര് അങ്ങനെയൊക്കെ ആരാധനയ്ക്ക്, ചിലപ്പോൾ 10 പേര്, ചിലപ്പോൾ ആരും തന്നെ ഉണ്ടാവാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ ആരും രക്ഷിക്കപ്പെട്ടു എന്ന് ആ സമയത്ത് നമ്മൾക്ക് പറയാനായിട്ട് സാധ്യമല്ല. പക്ഷെ അനേകർ കടന്നു വന്നു, ചിലരൊക്കെ ഇപ്പോഴും ആ കോണ്ടാക്റ്റിലുണ്ട്. പക്ഷെ ആരും അവിടെ ആ സമയത്ത് സ്നാനപ്പെടുവാനൊന്നും ഇടയായില്ല. പക്ഷെ അതിനുശേഷം ഇപ്പൊ അവിടെ നല്ലൊരു ചർച്ച ഉണ്ട്, അതുപോലെ നല്ലൊരു ക്യാമ്പസും, അവിടെ നല്ല പ്രവർത്തനങ്ങൾ അവിടെ വ്യാപരിക്കുവാൻ ദൈവം സഹായിച്ചു. ആ ലാൽഗഞ്ചിലെ ഒരു മിക്കപ്പെട്ട വീടുകളിലും കയറി ഇറങ്ങി എന്റെ പ്രിയപ്പെട്ടവൻ ട്രാക്ട് കൊടുക്കാനും, അതുപോലെ ചില സ്ഥലങ്ങളിൽ മറ്റു മിഷനുമായി ചേർന്നിട്ട് നമ്മൾ ഫിലിം പ്രദർശനം നടത്താനൊക്കെ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. അതിലെ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, അതില് കാത്തലിക്കിന്റെ ഒരു സ്കൂൾ അവിടെ ഉണ്ടായിരുന്നു, സെന്റ് മൈക്കിൾ എന്നും പറഞ്ഞ ഒരു സ്കൂള് ഈ ലാൽഗഞ്ചിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ണൂരുള്ള ചില സാർമാര് അവരുടെ കസിൻ ബ്രദറും ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സ്കൂളാണ്. അപ്പൊ അവിടെ ഒരു ഷിജി എന്ന് പറയുന്ന ഒരു സാറുണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ ഈ ഫാസ്റ്റിംഗ് ഒക്കെ ഇരിക്കുമ്പോ ഈ സാറും
ഇടയ്ക്ക് വന്നിരിക്കും. പക്ഷെ എപ്പോഴും ഇങ്ങനെ തർക്കങ്ങളാണ്. ഈ പെന്തിക്കോസിന്റെയും കാത്തലിക്കിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ എപ്പോഴും തർക്കങ്ങളായിരുന്നു. പക്ഷെ പുള്ളി എന്താ പറയാ, കുടിക്കുകയും ചെയ്യും, അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ആ സമയത്ത് ചേട്ടൻ ഒരു മഹദിയാം ബാബിലോൺ എന്ന് പറഞ്ഞൊരു പുസ്തകം ചേട്ടന് കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ചില നാൾക്ക് ശേഷം അദ്ദേഹത്തിന് ഇങ്ങനെ ജോണ്ടിസിന്റെ പ്രയാസങ്ങളൊക്കെ വന്നു. പുള്ളി നാട്ടിലേക്ക് തിരിച്ചുപോയി. പക്ഷെ ചില വർഷങ്ങൾക്ക് ശേഷം ദൈവം അദ്ദേഹത്തെ തൊടുവാനും അദ്ദേഹം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനും ദൈവം സഹായിച്ചു. ചില പ്രത്യേക അനുഭവങ്ങളുടെ ദൈവം അദ്ദേഹത്തെ കൊണ്ടുപോയി. അങ്ങനെ അവിടെ ഒരു നല്ലൊരു ഫ്രൂട്ട് ദൈവം നമുക്ക് തരുവാൻ സഹായിച്ചു. ആ സമയത്ത് അത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പിന്നീട് അത് കേൾക്കുവാനും കർത്താവിൽ സന്തോഷിപ്പാനും ദൈവം സഹായിച്ചു. അദ്ദേഹം ഇന്ന് ഈ സിജി സാറ് കുടുംബമായിട്ട് ഛത്തീസ്ഗഡില് കർത്താവിന്റെ വേലയോട് ബന്ധത്തിൽ അവര് ആയിരിക്കുന്നു. ദൈവം അദ്ദേഹത്തെ അവിടെ കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അദ്ദേഹവുമായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ട്, വിളിക്കുകയും ഒക്കെ അദ്ദേഹം ചെയ്യാറുണ്ട്. അങ്ങനെ ആ ഒരു അനുഭവമാണ് ലാൽഗഞ്ചില് നമുക്ക് പറയാനായിട്ടുള്ളത്. അതിനുശേഷം ഹാജിപൂര്, അതുപോലെ ഹാജിപൂരിൽ 1-2 സ്ഥലങ്ങളിലൊക്കെ ചില നാളുകൾ വേല ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചു. പിന്നെ ലാൽഗഞ്ചിൽ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ പാസ്റ്റർ ഡെന്നി പനക്കില്, അദ്ദേഹത്തിന്റെ വൈഫ് ബീനി സിസ്റ്റർ, ഇവരൊക്കെ കടന്നു വന്നു. അപ്പൊ അവരെ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഹാജിപൂരേക്ക് മാറിയത്. അതിനിടയില് ഞാൻ ബീഹാറിലേക്ക് വരുമ്പോൾ തന്നെ കൺസീവ് ആയിരുന്നു. ദൈവം 98 നവംബറിൽ തന്നെ ഞങ്ങൾക്ക് ഒരു മകനെ തരുവാനിടയായി. ആ സമയത്തൊക്കെ ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, കാരണം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകള്. പക്ഷെ എന്താ പറയാ, എനിക്ക് പറയാനുള്ളത്, ഒരു ദിവസം പോലും പട്ടിണി കിടന്നതായിട്ട് എന്റെ ഓർമ്മയിലില്ല. ദൈവം വളരെ അത്ഭുതകരമായിട്ട് ആ സമയങ്ങളിലൊക്കെ നമ്മളെ നടത്തി. ആദ്യ നാളുകളിൽ ചിലപ്പോൾ നമുക്ക് എന്നും നമ്മള് ചിക്കൻ കഴിക്കുക, അങ്ങനെ ഒരു അവസ്ഥ അല്ലെങ്കിലും വേണ്ടത് നമ്മൾക്ക് എന്താണ് വേണ്ടത് അത് തന്നെ ദൈവം പുലർത്തുവാൻ ദൈവം സഹായിച്ചു. ഈ കൺസീവ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടാവും. വ്യത്യസ്തമായ ഭവനാന്തരീക്ഷങ്ങള്, താമസ സൗകര്യങ്ങളില്ല, വെള്ളം, മെയിനായിട്ട് വെള്ളം. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ കുറെ കഴിഞ്ഞിട്ടായിരിക്കും വായ കഴുകുക, അല്ലെങ്കിൽ ഈ ചപ്പാക്കലില്ല, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഛർദിക്കും. അപ്പൊ അതുകൊണ്ട് പ്രയാസമാണ്. അപ്പൊ കുറെ കഴിഞ്ഞിട്ടായിരിക്കും വായ കഴുകി ആ ഒരു ഇതാക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ ഒത്തിരി മാറ്റങ്ങളായി. കാരണം ഇപ്പൊ വെള്ളമാണെങ്കിൽ ഫിൽറ്റർ വെള്ളം നമുക്ക് കുടിക്കുക. അപ്പൊ അങ്ങനെ ഒരു പ്രയാസങ്ങൾ നമ്മൾ ഇന്നില്ല. പക്ഷെ അന്ന് അങ്ങനെയുള്ള ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകാനിടയായി. അങ്ങനെ അത് കഴിഞ്ഞ് ചേട്ടൻ ചില വർഷങ്ങള് ഈ MDU പഠിക്കാനായിട്ട് കടന്നുപോയി. 2-3 വർഷം അതിനുശേഷം MDU പഠിക്കാൻ ഈ ലാൽഗഞ്ചില് ഹാജിപൂരിന് ശേഷം MDU പഠിക്കാനായിട്ട് കടന്നുപോയി. MDU പഠിച്ചതിന് ശേഷം ാണ് ചേട്ടൻ ഈ ഔറംഗാബാദ് എന്ന് പറഞ്ഞ ജില്ലയിലേക്ക് കടന്നു വരുന്നത്. ഈ ഔറംഗാബാദ് ജില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഹൈ കാസ്റ്റുകള് തിങ്ങി നിറഞ്ഞൊരു സ്ഥലമാണ്, ഒരു ജില്ലയാണ് ഈ ഔറംഗാബാദ്. അപ്പോ ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഈ ലാൽഗഞ്ച്, ഹാജിപൂർ, അവിടെ ഈ വൈശാലി ജില്ലയിലാണ് ഈ ലാൽഗഞ്ചും ഹാജിപൂരൊക്കെ. പക്ഷെ അവിടെ ഒന്നും ഇങ്ങനെ വലിയ നമുക്ക് വീട് കിട്ടാനോ അല്ലെങ്കിൽ അങ്ങനെ പ്രയാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ മലയാളികളാണ്, കേരളക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് നമ്മളോട് പ്രത്യേകമായ ഒരു സന്തോഷവും, അല്ലെങ്കിൽ അവർ നമ്മളെ സ്വീകരിക്കും. നമ്മളെ കാണുന്നത് തന്നെ അവർക്കൊരു എന്താ പറയാ, ഒരു അഭിമാനമാണ് നമ്മളെ കുറിച്ചിട്ട്. കേൾക്കുമ്പോൾ തന്നെ കേരളക്കാരെന്ന് പറയുമ്പോൾ അവർക്കൊരു സന്തോഷമായിരുന്നു. അതുകൊണ്ട് നമ്മളെ വീട് തരാനോ നമ്മളോട് ഇടപെടാനോ അവർക്കൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഔറംഗാബാദിൽ വന്നപ്പോ സ്ഥിതി അങ്ങനെയല്ലായിരുന്നു. ചേട്ടന് തന്നെ വീടുകൾ കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടായി. കാരണം നമ്മൾ പ്രാർത്ഥന നടത്തുന്ന പറയുമ്പോൾ തന്നെ ഒത്തിരി പലരും വീട് തരില്ല. അപ്പൊ ആ 2009 തന്നെ 1-2 വീടുകൾ മാറുവാനായിട്ട് ഇടയായി. പിന്നെ 2010 ഏപ്രിൽ മാസത്തിലാണ് ഞാനും മോളും കടന്നു വന്നത്. 2003 ഡിസംബർ മാസത്തിൽ ഞങ്ങൾക്ക് ഒരു മോള് കൂടെ ദൈവം തരുവാനിടയായി. അങ്ങനെ ആ മോള് ഒരുമിച്ചിട്ട് 2010 ഞാനും മോളും ചേട്ടനൊപ്പം കടന്നു വന്ന് ഈ ഔറംഗാബാദിലായിരുന്നത്. ആ സമയത്ത് മോന് 5ാം ക്ലാസ്സിലായിരുന്നു. 5ാം ക്ലാസ് തുടങ്ങി അവൻ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെയാണ് നാട്ടിൽ പഠിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ ഞങ്ങൾ കടന്നു വന്നു, ഒരു വീട്ടിൽ താമസിച്ചു. വളരെയധികം അത്ര സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വീട്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഒരു 2-3 ഇത് വേണം, കീ വേണം, പല റൂമുകൾ പൂട്ടിപ്പോണി, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ചില മാസങ്ങൾ അവിടെ താമസിച്ചു. അതിനുശേഷം അവര് നമ്മളോട് അത്ര നല്ല ഇടപെടലായിരുന്നില്ല, പ്രത്യേകിച്ച് ആരാധന നടക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ വീട് മാറേണ്ടതായിട്ട് വന്നു. അത് കഴിഞ്ഞൊരു രാജ്പൂത്തിന്റെ വീട്ടില് അങ്ങനെ ഒരു എക്സ് മിലിറ്ററി ആയിരുന്നു, അവിടെ ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് സൗകര്യം കിട്ടി. അങ്ങനെ ഒരു ദിവസം ഈ ഔറംഗാബാദിൽ ഈ ചേട്ടൻ വരുന്ന സമയത്ത് ചില സുവിശേഷകർ അവിടെ ഉണ്ടായിരുന്നു. അതായത് ജെംസ് എന്ന മിഷൻ മൂലം രക്ഷിക്കപ്പെട്ട ചില പ്രിയപ്പെട്ടവർ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ
കർത്താവിന്റെ വേലയില് ആയിരുന്ന പ്രിയപ്പെട്ടവരാണ്. അപ്പോ ഒരു ദിവസം ഈ അപ്പച്ചന്റെ വീട്ടിൽ ഞങ്ങൾ ഇങ്ങനെ മീറ്റിംഗ് നടത്തുന്ന വർക്കേഴ്സ് മീറ്റിംഗ്, പാസ്റ്റേഴ്സ് മീറ്റിംഗ് നടത്തുന്ന സമയത്ത് ഈ അപ്പച്ചൻ, അപ്പൊ ഞങ്ങള് കേരളക്കാരെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അദ്ദേഹം വീട് വന്നു. പക്ഷെ നമ്മുടെ ജോലി എന്താണെന്ന് അദ്ദേഹത്തിന് കറക്റ്റ് ആയിട്ട് അറിയില്ല. പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് മനസ്സിലായില്ല. അങ്ങനെ ഈ മീറ്റിംഗ് നടക്കുന്ന ഇടയിൽ തന്നെ ഈ പുള്ളിക്കാരൻ ഈ റൂമിലേക്ക് ഓടി വരുവാനിടയായി. ആ സമയത്ത് അദ്ദേഹം കാണുന്നത് സാധാരണക്കാരുള്ള മനുഷ്യരെ ദൈവത്തെ ആരാധിക്കുന്നു, വചനം ബൈബിൾ ഉണ്ട് എല്ലാവരുടെ കയ്യില്. അപ്പൊ പുള്ളിക്ക് ഈ മീറ്റിംഗ് നടത്തുന്നതല്ല, പക്ഷെ ലോ കാസ്റ്റ് അവരെ കണ്ടതോടുകൂടി പുള്ളിയുടെ ഭാവം അങ്ങ് മാറി. പുള്ളി പറഞ്ഞു, ഇപ്പൊ തന്നെ നിങ്ങൾ വീട് ഇവിടെ കാലിയാക്കണം, എന്റെ വീട് അശുദ്ധമാക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. കാരണം ഔറംഗാബാദിലൊക്കെ അത്ര ഈ കാസ്റ്റ് ജാതി വ്യവസ്ഥ, ഇപ്പോഴും ബീഹാറിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഇവിടെ ജനങ്ങൾ കടന്നു പോകുന്നത്. താന്ന ജാതിക്കാരെ കാണാൻ പാടില്ല, ആ ഒരു സഹോദര സ്നേഹം. ഇപ്പൊ കേരളത്തിലൊക്കെ ഉള്ളത് പോലെയുള്ള ഒരു ചേർത്ത് പിടിക്കല്, മറ്റുള്ളവർ ഉയരാനായിട്ടുള്ള ഒരു മറ്റുള്ളവരുടെ ആഗ്രഹം, അങ്ങനെ ഒരു അവസ്ഥയല്ല ഇവിടെ. അപ്പൊ ആ ഒരു കാസ്റ്റ് സിസ്റ്റം നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കാനിടയായത്. അദ്ദേഹം പറഞ്ഞു, ഇനി ഇവിടെ ഒരു മീറ്റിംഗും പാടില്ല, നിങ്ങൾ പെട്ടെന്ന് തന്നെ കാലിയാക്കാൻ പറഞ്ഞു. അങ്ങനെ ചില ദിവസങ്ങൾ അവിടെ താമസിച്ച് ആ സമയത്തിന് നമ്മൾ വേറെ വീടുകൾ അന്വേഷിച്ചു. അങ്ങനെ ചില ദിവസങ്ങൾക്ക് ശേഷം ആ വീട് കാലിയാക്കുവാനായിട്ട് ഇടയായി. അതിനുശേഷം ഇതേപോലെ തന്നെ വേറെ തന്നെ ഈ രാജ്പൂത്തിന് തന്നെ ഒരു വീട് ഞങ്ങൾക്ക് നല്ല സൗകര്യപ്രദമായ ഒരു വീട് ലഭിക്കുവാനിടയായി. അദ്ദേഹത്തിന്റെ പേര് അരുൺജി എന്നാണ്. ആ വീട്ടിലൊരു 3.5 വർഷത്തോളം ഞങ്ങൾ താമസിച്ചു. അവിടെ ആരാധന തുടങ്ങി. ആ അരുൺജിന്റെ വീട്ടിലാണ് ആരാധന തുടങ്ങിയത്. അവിടെ കുറച്ച് പേര് ആരാധനയ്ക്ക് വരുവാനായിട്ട് ഇടയാ. ഒരു 10 ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു ലാലാജി എന്ന് പറഞ്ഞൊരു ഫാമിലി, ലാൽബയ്യ അദ്ദേഹത്തിന്റെ കുടുംബം, അവർ ബാങ്കിൽ ജോലിക്കാരാണ് സാറ്. അപ്പൊ അവരവിടെ വിശ്വാസത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്കൊരു ആശ്വാസമായിരുന്നു, അനുഗ്രഹവുമായിരുന്നു അവരുടെ ഒരു കൂട്ടായ്മ. അങ്ങനെ അവര് മൂലമൊക്കെ ഞങ്ങൾ അവിടെ ഈ അരുൺജിയുടെ വീട്ടിൽ ആരാധന തുടങ്ങുവാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിസ്റ്റർ പുഷ്പ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ഈ മീറ്റിംഗിൽ കടന്നു വന്നു. അപ്പൊ ചേട്ടൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒരു കടയില് ഒരു പുള്ളി ഈ മെമ്പറാണ്, ഈ രാഷ്ട്രീയത്തിലൊക്കെ ചെറിയൊരു പിടിപാടുള്ള ആളാണ്. പുള്ളിനോടൊക്കെ ഇങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ അവിടെ ഈ പാവപ്പെട്ട കുട്ടികളെ കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് നാട്ടില് പഠിപ്പിക്കാനായിട്ടുള്ള ചില അവസരങ്ങൾ ചേട്ടൻ, അത് രക്ഷിക്കപ്പെട്ടവരുടെ അല്ലാത്തവരുടെ മക്കളെ അങ്ങനെ പഠിപ്പിക്കാനായിട്ട് ഒരു അവസരം ചേട്ടൻ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അങ്ങനെ ഈ ഇദ്ദേഹവുമായിട്ട്, ഈ കാരു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഈ മെമ്പറുടെ, ആ കാരുവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ സിസ്റ്റർ പുഷ്പ എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട സഹോദരി അവിടെ കടന്നു വരുവാനിടയായി. പുള്ളിക്കാരി ഒരു അംഗൻവാടി ടീച്ചറാണ്. അപ്പോ ഇങ്ങനെ പരിചയപ്പെട്ടു. അപ്പൊ ചേട്ടൻ പറഞ്ഞ കേരളക്കാരനാണ്, ഞാൻ സുവിശേഷകനാണ്, അങ്ങനെ തന്നെ പരിചയപ്പെടുത്താനിടയായി. അപ്പൊ പുള്ളിക്കാരി മകനെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് മാറ്റണം. കാരണം ആ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ നല്ലതല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റി അവനെ കേരളത്തിൽ പഠിപ്പിക്കണം. അങ്ങനെ ചേട്ടനുമായി സംസാരിച്ച കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നിടയെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവിനെ കുറിച്ച് പറയാനിടയത്. രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരിയായിട്ടും സംസാരിച്ചു. അങ്ങനെ ഈ കാര്യം എന്ന് പറയുന്ന ഈ ബ്രദറും ഈ മെമ്പറും ആരാധനയ്ക്ക് വരുമായിരുന്നു. ഈ പുഷ്പ സിസ്റ്ററും ആദ്യമായിട്ട് ഈ ചർച്ചിൽ ആരാധനയ്ക്ക് വന്നു. പുഷ്പ സിസ്റ്റർ അദ്ദേഹത്തിന്റെ ഭർത്താവ് സഞ്ജയ് ഭയ്യ, 2 മക്കളാണ് അവർക്ക്. അങ്ങനെ അവർ ആരാധനയ്ക്ക് വന്നു. ആ സമയത്ത് പുള്ളിക്കാരി വളരെയധികം നിരാശപ്പെട്ട ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിരുന്നു. കാരണം പുള്ളിക്കാരിയുടെ മകൻ അന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു എന്നാണ് ഓർമ്മ. അവന്റെ കണ്ണിന് വളരെയധികം കാഴ്ചക്കുറവായിട്ട് ഡോക്ടറെ കാണിച്ച് വളരെയധികം ഭാരപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇവന്റെ കണ്ണ് ഇപ്പൊ തന്നെ ഇവന്റെ കണ്ണ് പോക്കാണ്, ഇനി ഇവൻ കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞാൽ ഒരു ഭാവിയിൽ ഇവന് കാഴ്ച തീരെ ഉണ്ടാകത്തില്ല, പിന്നെ ഹൈ പവറുള്ള ലെൻസ് ഒക്കെ ഇവന് വെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഈ പുള്ളിക്കാരി അത് കേട്ട് വളരെയധികം ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചർച്ചിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ പുള്ളിക്കാരി സാക്ഷ്യം പറഞ്ഞു. നമ്മളിങ്ങനെ പ്രാർത്ഥന വിഷയം പറയാൻ പറഞ്ഞപ്പോ ഒരു സാക്ഷ്യം പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരി എന്നിട്ട് പറഞ്ഞപ്പോ ഞങ്ങളെല്ലാവരും അന്ന് ഏകദേശം ഒരു 20ഓളം പേര് അന്ന് ആ ചർച്ചിലുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ആ പയ്യനെ അവിടെ മുട്ടൂത്തി നിന്നു. എല്ലാവരും അവന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് ശക്തമായിട്ട് ആരാധിച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ വളരെ സന്തോഷത്തോടെ ആ സഹോദരി അവിടെ നിന്നും കടന്നു പോകാനിടയെ. അപ്പൊ ഈ കാര്യപ്രദർ പറയും, പുഷ്പ സിസ്റ്റർ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, അവരുടെ മുഖത്ത് ആ ഒരു സന്തോഷം കാണാനുണ്ടെന്ന് പറഞ്ഞ അവരെ കുറിച്ചൊരു സാക്ഷ്യം പറയുവാനിടയെ. ആ ദൈവത്തെ അറിഞ്ഞതിനൊരു ആ പ്രകാശം അവരുടെ മുഖത്ത് പ്രതിഫലിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ അത് കഴിഞ്ഞ ഒരാഴ്ച മരുന്ന് കൊടുത്തിട്ടാണ് ഈ പുള്ളിക്കാരിനെ വിട്ടേക്കുന്നത് അങ്ങനെ വേണ്ടിയിട്ട്. പിറ്റത്തെ ആഴ്ച ഇവര് ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്ന സമയത്ത് ഡോക്ടർ കൊച്ചിന്റെ നിഖിൽ എന്നാണ് ആ പയ്യന്റെ പേര്, ആ നിഖിലിന്റെ കണ്ണ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, ഇവന് എന്താ സംഭവിച്ചെന്ന് അറിയില്ല, പക്ഷെ ഇവന്റെ കണ്ണ് ഇപ്പൊ നോർമലാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ പുള്ളിക്കാരി പെട്ടെന്ന് തന്നെ കൈപോക്കി ഹല്ലേലൂയ എന്ന് ഉറക്കെ പറയാൻ തുടങ്ങി.
ഉറക്കെ പറഞ്ഞു പുള്ളിക്കാരി. അപ്പൊ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ എന്താ പറഞ്ഞത്, എനിക്കൊന്നും മനസ്സിലായി, എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ പുള്ളിക്കാരി പറഞ്ഞു, ഇന്ന പോലെയൊക്കെയാണ് കാര്യങ്ങൾ, ദൈവമാണ് അവനെ സൗഖ്യപ്പെടുത്തിയത് എന്ന് പറയാനായിട്ട് ഇടയായി. അങ്ങനെ ആ സഹോദരിയാണ് ഔറംഗാബാദിലെ ആദ്യത്തെ ഒരു വിശ്വാസി, അവരുടെ കുടുംബം. അങ്ങനെ ആ പുള്ളിക്കാരി, അതുപോലെ തന്നെ വേറൊരു ബ്രദർ ഉണ്ടായിരുന്നു, അവരൊക്കെ അവിടെ സ്ഥാനപ്പെടുവാനായിട്ട് ദൈവം സഹായിച്ചു. ആ സഹോദരി ഇന്നും ആ സഭയ്ക്ക് ഒരു അനുഗ്രഹമായിട്ട്, ഔറംഗാബാദിലെ ചർച്ചിന് വളരെ സപ്പോർട്ടായിട്ട് അനുഗ്രഹമായിട്ട് അവരുടെ കുടുംബമായിട്ട് അവരിന്നായിരിക്കുന്നു. ആ സമയത്ത് 2011 12 പുള്ളിക്കാരി സ്നാനപ്പെട്ടത്. അവര് മാത്രമേ സ്നാനപ്പെട്ടുള്ളൂ, അവരുടെ ഭർത്താവൊന്നും സ്നാനപ്പെട്ടില്ല. പക്ഷെ ഈ ഒരു വർഷത്തിന് മുമ്പ്, കഴിഞ്ഞ വർഷം ആ ഭർത്താവും മകനും സ്നാനപ്പെടുവാനിടയിൽ മകള് ഒരു രാജസ്ഥാനിലേക്കാണ് പുള്ളിക്കാരി കല്യാണം കഴിച്ചു കൊടുത്തേക്കുന്നത്, ബീഹാറിൽ തന്നെ രാജസ്ഥാനില്. അപ്പൊ ആ കുടുംബം ആ സഭയ്ക്ക് ഒരു നല്ലൊരു നെടുന്തൂണായിട്ട് ആ കുടുംബമായിരിക്കുന്നു. അങ്ങനെ അതുപോലെ തന്നെ ചില അനുഭവങ്ങൾ ഈ കാസ്റ്റിന്റെ പേരില് ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ സാറ്, മിഷന്റെ ഡയറക്ടർ ഡോക്ടർ ABT മാത്യു, അതിന്റെ വൈഫ്, പിന്നെ വേറെ കുറച്ച് പേര് ഞങ്ങളുടെ അവിടെയുള്ള അന്ന് ഏകദേശം ഒരു 15 പേരോളാണെന്ന് തോന്നുന്നു മിഷണറിമാർ, ഈ സുവിശേഷകർ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഒരുമിച്ചിട്ട് ഒരു മീറ്റിംഗ് നടത്തുവാനിടയിൽ വാടകയ്ക്ക് ഒരു ഹോൾ എടുത്തിട്ട്, അപ്പൊ ഇതേപോലെ തന്നെ അവര് നമുക്ക് ഹോള് തന്നു, കേരളക്കാരെന്നുള്ളതിൽ ഹോള് തന്നു. അങ്ങനെ അവിടെ നമ്മള് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സാറ്, ഞങ്ങളുടെ AB സാറ് മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഇവർക്ക് മനസ്സിലായി ഇവര് ക്രിസ്ത്യൻസ് ആണ്, ഇവിടെ വരുന്നവരൊക്കെ അവര് നോക്കുമ്പോ അവരുടെ നിലനിൽക്കുന്ന ആരും അവിടെ കാണാല്ലേ, താഴ്ന്ന ജാതിക്കാരാണെന്നൊക്കെ പറഞ്ഞ് ആ മീറ്റിംഗ് അവിടെ അലങ്കോലപ്പെടുത്തുവാനിടയായി. ഒരു കണക്കിന് ആ മീറ്റിംഗ് അവസാനിപ്പിച്ച് ഉണ്ടാക്കിയ ഭക്ഷണം അവിടെ കഴിക്കാൻ പോലും അവര് നമ്മളെ അനുവദിച്ചില്ല. ആ ഭക്ഷണം റോഡിനരികത്തിരുന്നിട്ടാണ് അന്ന് അവിടെ വന്ന എല്ലാവരും ആ ഭക്ഷണം കഴിക്കുവാനായിട്ട് ഇടയത്. അങ്ങനെയൊക്കെ ചില ഈ ജാതി വ്യവസ്ഥ ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചില പ്രയാസങ്ങളിലൂടെ അവിടെ കടന്നു പോകാനിടയായി. അതുപോലെ തന്നെ ഒരിക്കലും ഞങ്ങള് നാട്ടിലായിരുന്ന സമയത്ത് 2013 ആ സ്റ്റാർട്ടിങ് സമയത്താണ് ഞങ്ങൾ കുടുംബമായിട്ട് മെയില് നാട്ടിൽ പോയ സമയത്ത് ഇതേപോലെ തന്നെ പാസ്റ്റേഴ്സിന്റെ ഒരു മീറ്റിംഗ് അവിടെയുള്ള ഒരു ഹോട്ടലില്, ഔറംഗാബാദിലുള്ള ഒരു സോൺ ഹോട്ടലില് മീറ്റിംഗ് നടത്തുവാനിടയായി. ആ സമയത്ത് കുറച്ച് BJPക്കാരെ അവിടെ കടന്നു വന്ന് ആ മീറ്റിംഗ് അലങ്കോലമാക്കാനും അവരുടെ ബൈബിള് പിടിച്ച് പറിക്കുക, അതുപോലെ അങ്ങനെ ചില പ്രയാസങ്ങളിലൂടെ കടന്നു പോകണ്ടേ. അന്ന് ആ സമയത്ത് ചേട്ടനും ഞങ്ങൾ കുടുംബമായിട്ട് നാട്ടിലായിരുന്നു. ആ മീറ്റിംഗ് അവിടെ അലങ്കോലമാക്കിയും അവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. പിന്നെ ദൈവകൃപയാല് അനയുടെ പ്രാർത്ഥനയും ഇടപെടലൊക്കെ മൂലം ദൈവം അവരെ വിടിവിക്കുവാൻ ദൈവം സഹായിച്ചു. അപ്പൊ അന്ന് മുതലുള്ള നമ്മുടെ വളരെയധികം പ്രാർത്ഥനയാണ്, ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നത്. അവിടെ സ്വന്തമായിട്ടൊരു സ്ഥലം ഇല്ലാതെ അവിടുത്തെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. ആ സ്ഥലത്തിന് വേണ്ടി ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനിടയിലൊക്കെ എല്ലാ ഗ്രാമങ്ങളിൽ പോയി ഫിലിം പ്രദർശനം നടത്താനും അതുപോലെ മീറ്റിങ്ങുകൾ നടത്താനും അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ ദൈവം കുടുംബമായിട്ട്, സ്പെഷ്യലി എന്റെ പ്രിയപ്പെട്ടവനെ എന്ന് എനിക്ക് പറയാൻ പറ്റും, അദ്ദേഹത്തെ എടുത്ത് ഉപയോഗിക്കാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഞങ്ങള് 2013 അവിടെ മെയ് 3-ാം തീയതി ഈ ഔറംഗാബാദിലെ ടൗണിനോട് ചേർന്നിട്ട് തന്നെ ഏകദേശം ഒരു ടൗണിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ അപ്പുറമായിട്ട് 9.5 സെന്റ് സ്ഥലം വാങ്ങിക്കുവാൻ ദൈവം ഒരു വിശാലത വരുത്തി വഴി തുറക്കാനിടയായി. അങ്ങനെ സ്ഥലം വാങ്ങിച്ചിട്ടു. പിന്നെയും ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ ഇങ്ങനെയുള്ള ഈ ആരാധനയ്ക്ക് നമുക്ക് എപ്പോഴും ഒരു ഹോളില്ലെങ്കിൽ, സ്വന്തമായിട്ടൊരു സ്ഥലമില്ലെങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പലപ്പോഴും അവിടെ അനുഭവിച്ചു. ഈ സ്ഥലം വാങ്ങിച്ചിട്ടും ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ ഇതേപോലെ ആരാധനയ്ക്ക് ആൾക്കാർ വരുമ്പോൾ അവരെ ചീത്ത പറയാ, അതുപോലെ ആരാധന നടത്താൻ പറ്റാത്ത രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാനിടയായി. അതിന്റെ ഇടയ്ക്കില് ഒരു രക്ഷിക്കപ്പെട്ട കുടുംബമാണ് ജയപ്രകാശ് ഭയ്യ, അവരുടെ കുടുംബം. അവരുടെ മൂത്ത മകൾക്ക് ഇതേപോലെ ഭൂതത്തിൻ്റെതായ പ്രയാസങ്ങൾ വരുവാനിടയായി. അങ്ങനെ ഈ ജയപ്രകാശ് ഭയ്യയുടെ പെങ്ങള് 1990 രക്ഷിക്കപ്പെട്ട ഒരു സഹോദരിയാണ്. അതുപോലെ തന്നെ അവിടെ ബൈബിൾ ഉണ്ട്. പക്ഷേ എങ്കില് അന്ന് ആ ആന്റി ഈ ഇദ്ദേഹത്തിന് ജയപ്രകാശ് ഭയ്യക്ക് ഒരു ബൈബിൾ കൊടുത്തു. പക്ഷെ അവരൊരിക്കൽ പോലും അത് തുറന്നു നോക്കില്ല. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഈ 2015 2016 ഓർമ്മ, ഇവര് മോൾക്കും അതുപോലെ അവരുടെ വൈഫിനും വളരെയധികം രോഗങ്ങളും അതുപോലെ മോൾക്ക് ഭൂതബാധ അങ്ങനെയൊക്കെ വന്ന് ആരാധനയ്ക്ക് കടന്നു പോകാനിടയായി. അങ്ങനെ ഇരിക്കാലെ ആ പൈതലിന് ദൈവം അത്ഭുതകരമായിട്ട് ഒരു വിടുതൽ കൊടുത്തു. സലോമി എന്നാണ് ആ മോളുടെ പേര്. അങ്ങനെ അവര് പറഞ്ഞു, ഭയ്യ ഇവിടെ ആരാധന നടത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നടത്താന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്നും ആരാധന മാറ്റിയിട്ട് ഈ ജയപ്രകാശ് ഭയ്യയുടെ വീട്ടില് ഒരു വരാന്തയാണ്, ഒരു എൽ ഷേപ്പിലുള്ള ഒരു വരാന്ത, അവിടെ ആരാധന തുടങ്ങുവാനായിട്ട് ദൈവം സഹായിച്ചു. ഒരു 2.5 വർഷത്തോളം അവിടെ ആരാധന നടത്തുവാനായിട്ട് ഇടയായി. ആ കുടുംബത്തിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെട്ടു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഈ ഇടയ്ക്കാണ് ഇവരൊക്കെ സ്ഥാനപ്പെടുവാനായിട്ട് ദൈവം അവസരങ്ങൾ ഒരുക്കിയത്. അതുപോലെ ഗ്രാമത്തിൽ നിന്നൊക്കെ ആൾക്കാർ വരുവാനും ദൈവം ഇടയാക്കി. അതുപോലെ മെയിൻ ആയിട്ട് പറയുവാണെങ്കിൽ ഈ ഔറംഗാബാദ് അർവൽ ജില്ല,
അവിടെയുള്ള പാസ്റ്റേഴ്സിന്, അവിടെയുള്ള സുവിശേഷകർ, തദ്ദേശീയരായ സുവിശേഷകരെ വചനത്തിലെ വളർത്തുക, അവർ വചനം പഠിപ്പിക്കുക, ഭാവിയിലേക്ക് അവരെ നല്ല കർത്താവിന് വേണ്ടി, കർത്താവിന്റെ പാലിൽ അധ്വാനിക്കാൻ നല്ല പ്രാപ്തരാക്കി മാറ്റുക. അങ്ങനെ ഒരു ലീഡർഷിപ്പാണ് എന്റെ പ്രിയപ്പെട്ടവൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ ഞങ്ങള് ഈ 2013 മുമ്പ് തന്നെ അവിടെ ഒരു ചെറിയൊരു ഇൻസിഡന്റ് സംഭവം ഉണ്ടായത്, കർത്താവിന് വലിയൊരു പ്രവൃത്തി അവിടെ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ, അവിടെ ഗ്രാമത്തില് ഈ ടൗണിൽ നിന്നും ഒരു 40 കിലോമീറ്റർ അപ്പുറം പിർമ എന്ന് പറഞ്ഞ ഗ്രാമത്തില് ഒരു ചെറിയൊരു ബൈബിൾ സ്റ്റഡി നടത്തുവാനിടയായി. അന്ന് ആ BSc എന്ന് പറയുക അതിന്, അതായത് രക്ഷിക്കപ്പെടുന്ന വരുന്നവർക്ക് അടിസ്ഥാന ഉപദേശങ്ങൾ പഠിപ്പിക്കുക. അപ്പൊ അവര് അത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു മരത്തിന്റെ തണലിലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു 5-10 പേരും ഈ ചേട്ടനെ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അപ്പച്ചൻ ഈ പോത്തിന്റെ പുറത്ത് കയറി വരുവാനിടയിൽ, പോത്തിനെ മേയിച്ചുകൊണ്ട് വരാം പുള്ളിക്കാരൻ. അപ്പോ ചോദിച്ചു, ഇവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ക്രിസ്ത്യൻസ് ആണ്, ഇവിടെ ബൈബിൾ പഠിപ്പിക്കുകയാണ്, കർത്താവ് യേശുക്രിസ്തു ആണ് യഥാർത്ഥമായ ദൈവം, അങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാനിവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോ നിങ്ങൾക്ക് ഇരിക്കാമെന്ന് പറഞ്ഞ പുള്ളി അവിടെ ഇരുന്നു. അത് ആ വചനം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാനിടയായി, പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിലൂടെ ഇടപെടുവാനിടയായി തീർന്നു. അദ്ദേഹം പിന്നെ രക്ഷിക്കപ്പെടുവാനും അദ്ദേഹത്തിന്റെ ഭാര്യയും രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനിടയായി. അദ്ദേഹം പറഞ്ഞു, ഞാനും ഒരു ചർവാഹയാണ്, ചർവാഹ എന്ന് പറഞ്ഞാൽ ഇടയൻ, ഞാനും ഒരു ഇടയനാണ്, എന്റെയും ജോലി ഇതാന്ന് പറഞ്ഞ് പുള്ളി ദൈവത്തെ അറിയുവാനും രക്ഷിക്കപ്പെടുവാനിടയായി. അങ്ങനെ പുള്ളി എന്ത് ചെയ്തു, പുള്ളിക്കുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു 5 സെന്റോളം സ്ഥലം ചർച്ച് പണിയുവാനും അതുപോലെ ഈ പാസ്റ്റേഴ്സിന് കൂടി വരുവാനായിട്ട് അവിടെ തരുവാനിടയായി. അപ്പൊ ആ സ്ഥലം തന്നതുകൊണ്ട് നമ്മുടെ മിഷനൊക്കെ ചേർന്നിട്ട് അവിടെ ഒരു നല്ലൊരു മനോഹരമായ ചർച്ച് പണിയുവാനും അവിടെയുള്ള ആൾക്കാർക്ക് ആരാധിക്കാനും അതുപോലെ മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് മീറ്റിംഗ് നടത്താനൊക്കെ ആയിട്ട് ദൈവം അവിടെ വഴിയൊരുക്കി. അങ്ങനെ ഞങ്ങളുടെ ഡയറക്ടർ എപ്പോഴും പറയും, പോത്തിനെ ഉപയോഗിച്ചിട്ട് ദേവസ്വത്തിലേക്ക് വന്ന ഒരു അപ്പച്ചൻ എന്നാണ് എപ്പോഴും പറയുക അദ്ദേഹത്തെ. ഇപ്പൊ അദ്ദേഹത്തിന് പ്രായാധികയായി, ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും കർത്താവിന് വേണ്ടി അദ്ദേഹം ആ ദേശത്ത് വളരെയധികം സാക്ഷ്യത്തോടെ അദ്ദേഹത്തിന്റെ ഭാര്യയും നിലകൊള്ളുന്നു. ഭാര്യയും ഇപ്പോ ഒരു സുവിശേഷിയായിട്ട്, ഗ്രാമത്തിലെ ഒരു ചെറിയ സുവിശേഷിയായിട്ട് താനും കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞോളൂ, 2013 ഈ സ്ഥലം വാങ്ങിച്ചു. അതിനുശേഷം ഈ 2020-ലാണല്ലോ കോവിഡ് തുടങ്ങിയത്. 2020 ഏകദേശം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടുകൂടി ഈ ചർച്ചിന്റെ പണി തുടങ്ങുവാനായിട്ട് ദൈവം സഹായിച്ചു. ശരിക്കും പറഞ്ഞാൽ കോവിഡിന്റെ സമയത്താണ് ഈ പണികൾ അവിടെ തുടങ്ങുവാനിടയായത്. ഫസ്റ്റ് ലോക്ക്ഡൌൺ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചർച്ചിന്റെ പണിയൊക്കെ ആരംഭിച്ച് കുറച്ചുനാൾ പിന്നെ നിർത്തിവെക്കേണ്ടി വന്നു. പക്ഷെ പിന്നീട് ചേട്ടൻ എന്താ പറയാ, അതിനു വേണ്ടി ഓടി നടന്ന് പലപ്പോഴും അവിടേക്ക് പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഈ പണി നടക്കുന്ന സ്ഥലത്ത് പണിക്കാര് താമസിച്ചിരുന്നത് ഈ ബിൽഡിങ്ങിൽ തന്നെ. പക്ഷെ എങ്കിലും ചേട്ടൻ എങ്ങനെയെങ്കിലും ഒക്കെ അവിടെ പോയി ആ പണികൾ നോക്കി നടത്താനെല്ലാം ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. അതിനിടയിൽ ഒരു 2-3 പ്രാവശ്യം നാട്ടിൽ പോകാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായി. കാരണം ഈ ലോക്ക്ഡൌൺ ആയിട്ട് എല്ലാ വർഷവും മെയില് ഞങ്ങൾ നാട്ടിൽ പോകും. ഇപ്പൊ മോള് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവള് നാട്ടിൽ നിന്നാണ് പഠിച്ചത്, +1 +2 പഠിച്ചത്. അപ്പോ ചേട്ടനോട് പറഞ്ഞ, നാട്ടില് നീ കാരണം ഇപ്പൊ പോയിട്ട് 1 വർഷം കഴിഞ്ഞു, അതുകൊണ്ട് നാട്ടിൽ പോയി മക്കളെ കണ്ടിട്ട് വരാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, അന്ന് ട്രെയിൻ ഇവിടുന്ന് ബീഹാറിൽ നിന്ന് ട്രെയിൻ ഫ്രീ സർവീസ് ആയിട്ട് എല്ലാവരും നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസരമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടനില്ലാതെ ഞാൻ പോകത്തില്ലെന്ന് നിർബന്ധം പറഞ്ഞു. അങ്ങനെ അത് ഒഴിവാക്കി. അത് കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് ബസ് പോയി. ബസ്സിൽ ഞാൻ പറഞ്ഞു, ചേട്ടനില്ലാതെ ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞില്ല, എനിക്കിപ്പോ വന്നാൽ ശരിയാവത്തില്ല, ഇവിടെ കുറെ വർക്കുകളുണ്ട്, പണികൾ ചെയ്തു തീർക്കണം, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയും ഒരു അവസരം ഉണ്ടായി നാട്ടിൽ പോകും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ചേട്ടനില്ലാതെ ഞാനില്ല എന്ന് പറഞ്ഞ ആ യാത്രകളൊക്കെ ഒഴിവാക്കുന്നുണ്ടേ. അത് കഴിഞ്ഞ് ഈ നവംബറിലെ 2021 നവംബറിലെ ലോക്ക്ഡൌൺ ഒക്കെ അല്പം കഴിഞ്ഞപ്പോ ഞങ്ങളുടെ മോള് ബീഹാറിലേക്ക് വന്നു. കുറച്ചു ദിവസം ഞങ്ങളിവിടെ താമസിച്ചു. അതിനുശേഷം ഡിസംബറിൽ മോനും വരുവാനിടയിൽ മോനും വന്നു. മോൻ വന്ന സമയത്ത് അവന് ചെറിയ കൊറോണയുടെ പ്രയാസമുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വളരെ മൈനറായിട്ട് ചെറിയ രീതിയിലായിരുന്നു. അത് മോനും മോൾക്കും വന്ന് അത് രണ്ടും വന്ന് ചെറിയൊരു റെസ്റ്റ് ഒക്കെ എടുത്ത് അതങ്ങനെ കടന്നുപോയി. അതിന് 2021 ഡിസംബറിൽ കുടുംബമായിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോയി. ആ സമയത്ത് ചർച്ചിന്റെ പണിയൊക്കെ ചെറിയ രീതിയിൽ കുറച്ചുകൂടി അവിടെ കഴിയാനുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങള് നാട്ടിലേക്ക് കടന്നുപോയി. 2020-ലാണ് ഞങ്ങൾ നാട്ടിലേക്ക് കടന്നുപോയത്. ഡിസംബർ മാസത്തില് 1 മാസത്തോളം നാട്ടിൽ പോയി നിന്നിട്ട് 2021 ജനുവരി 31 ഞാനും ചേട്ടനും തിരിച്ച് ബീഹാറിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് 2021
ജനുവരി 25 ഞങ്ങളുടെ ചേട്ടന്റെ പാരന്റ്സിന്റെ 50ാമത്തെ വിവാഹ വാർഷികമായിരുന്നു. അന്ന് ഞങ്ങള് മാത്രമേ കുടുംബത്തിലുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ കുടുംബം അവരെ ആ രീതിയിലൊക്കെ അവരെ സന്തോഷിപ്പിച്ച് 2021 ജനുവരി 30 ഞങ്ങൾ തിരിച്ച് ബീഹാറിലെത്തി. അതോടുകൂടി തന്നെ വീടിന്റെ എല്ലാ പണികളും അവിടെ മേളില് ചർച്ചും താഴെ പാഴ്സനേജ് അതിന്റെ എല്ലാ പണികളും കഴിയുവാനായിട്ട് ദൈവം അതിനുവേണ്ടി ദൈവം ഒരുപാട് വഴികൾ തുറന്നു. അതൊക്കെ നല്ല രീതിയിൽ കടക്കാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഫെബ്രുവരി 1 ഞങ്ങള് കുടുംബമായിട്ട് കുറച്ച് ഞങ്ങളുടെ സഹപ്രവർത്തകർ ഒരുമിച്ച് ഈ പുതിയ സ്ഥലത്തേക്ക് സ്ഥലം മാറി ഞങ്ങളെ വീട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചു. അതിനുശേഷം മാർച്ച് 1 മുതൽ 21 വരെ ഞങ്ങളുടെ മിഷന്റെ ഫാസ്റ്റിംഗ് പ്രേയർ, എല്ലാ വർഷവും ഫാസ്റ്റിംഗ് പ്രേയർ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ചേട്ടനും ആ സമയത്ത് 21 days ചേട്ടന് ഫാസ്റ്റിംഗ് ഇരുന്നു ഇരിക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. സാധാരണ രീതിയിലേക്ക് ലാസ്റ്റ് 7 days ഫാസ്റ്റിംഗ് ഇരിക്കാറ്. പക്ഷെ ആ സമയത്ത് ആ 21 days ഫാസ്റ്റിംഗ് ഇരിക്കാനായിട്ട് ദൈവം അദ്ദേഹത്തെ ഒരുക്കി. അങ്ങനെ ഞങ്ങളുടെ മിഷനായിട്ടുള്ള, അതായത് ഔറംഗാബാദ് അറബൽ ജില്ലയിലെ എല്ലാ പാസ്റ്റേഴ്സും അതുപോലെ തന്നെ ചില വിശ്വാസികള് ഞങ്ങൾ കുടുംബമായിട്ട് ഞാൻ രാത്രി കഴിച്ചിട്ടും ചേട്ടൻ ഫുൾ ടൈമായിട്ട് അവിടെ ഫാസ്റ്റിംഗ് ഇരുന്നു. അങ്ങനെ ആ മീറ്റിംഗ് വളരെ അനുഗ്രഹമായിട്ട് നടക്കുവാൻ ദൈവം സാധിച്ചു. ആ സമയത്തൊക്കെ ചേട്ടന്റെ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമുക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിട്ടൊന്നും നമുക്ക് തരത്തില്ല. അപ്പൊ ബാബു ചെറിയാൻ പാസ്റ്ററിന്റെ ബ്രദറിലോ ഉണ്ട്, സിസ്റ്ററുടെ ഹസ്ബൻഡ് ജോയ് പാസ്റ്റർ. ആ പാസ്റ്ററുടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടാണ് ചേട്ടന് ആ ഒരു മെസ്സേജ് കൊടുക്കാനായിട്ട് ഇടയായത്. ഇങ്ങനെ ദൈവം താങ്ങുന്നതിലപ്പുറം നമുക്ക് തരില്ല, അതിലപ്പുറം ദൈവം തന്നാൽ നമ്മളെ അങ്ങോട്ട് എടുക്കുമെന്ന് അദ്ദേഹം ആ മെസ്സേജിലൂടെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അനുഗ്രഹമായിട്ട് ആ മീറ്റിങ്ങിലൊക്കെ ചേട്ടൻ പലരെയും ഇങ്ങനെ എന്താ പറയാ എല്ലാത്തിനും വേണ്ടി ഒരുക്കുമായിരുന്നു. ഈ പുഷ്പ സിസ്റ്ററിനായാലും ആ സമയങ്ങളിലൊക്കെ ആരാധനയ്ക്കൊക്കെ ലീഡിങ് ചെയ്യാനും അതുപോലെ മെസ്സേജ് കൊടുക്കാനും പാട്ട് പാടാനൊക്കെ അവർ മുൻനിരയിലേക്ക് വിളിക്കുകയും അവരെ ആ രീതിയിൽ അവരെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അതുപോലെ അവരുടെ മകനെ ആയാലും അതുപോലെ തന്നെ എല്ലാ വർക്കേഴ്സിനെയും ആ ദൈവസന്ധിയിൽ അവര് പ്രാഗൽഭ്യത്തോടെ നിൽപ്പാനായിട്ട് എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്യാനായിട്ടുള്ള രീതിയിൽ അവരെ പഠിപ്പിച്ച് ദൈവജനത്തിന്റെ ആഴങ്ങളിലേക്ക് അവർ നടത്തുവാനായിട്ട് ദൈവം അദ്ദേഹത്തെ എടുത്ത് ഉപയോഗിച്ചു. അങ്ങനെ വീണ്ടും ഏപ്രിലിൽ ഞാൻ മോള് +2 പഠിച്ചതുകൊണ്ട് ഏപ്രിലിൽ ഞാൻ തിരിച്ച് പിന്നെ നാട്ടിൽ കടന്നു പോകാനായിട്ട് ഒരു മാസത്തോളം ഞാൻ നിന്നു. ആ സമയത്താണ് ചേട്ടനെ പനിയുടെ പ്രയാസങ്ങളോട് നേരിട്ടു. എങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല, ദൈവം അറിയാതെ. ഞാനപ്പൊ ആ സമയത്ത് നാട്ടിലായിരുന്നു. അപ്പൊ ചേട്ടനെ വിളിച്ച് സംസാരിക്കുമ്പോ എല്ലാം ഓക്കെയാണ്. പനിയാണെങ്കിലും ഞാൻ ചോദിക്കും ഇങ്ങനെ ടേസ്റ്റിന് വല്ല വ്യത്യാസം, എല്ലാം നോർമലാന്ന് പറയും. അതുപോലെ തന്നെ ഈ ഒരു ഷാർജ ചർച്ചില് ഒരു സൂമിലൂടെ താൻ ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടേ ഈ ഏപ്രിൽ മാസം ലാസ്റ്റ് സമയത്ത്. അപ്പൊ അതിനു മുമ്പാണ് അദ്ദേഹത്തിന് പനി വന്നത്. അപ്പൊ പനി വന്ന സമയത്ത് ഈ പുഷ്പ സിസ്റ്ററും ഭർത്താവും ഈ വീട്ടിലുണ്ട്. അപ്പൊ അവര് എന്ന് രാത്രി വന്ന് കിടക്കും, ചേട്ടനുള്ള ഭക്ഷണമായിട്ട് ഒരു രാവിലെ അവർ പോകും, പിന്നെ തിരിച്ച് എന്നും രാത്രി വന്ന് കിടക്കും. അങ്ങനെ ഒരു സപ്പോർട്ട് ചേട്ടനുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ മീറ്റിംഗ് ചേട്ടന് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം വളരെ അത്ഭുതകരമായിട്ട് ആ ഇതിൽ പനിയിൽ നിന്ന് വിടിവിച്ച് ദൈവം ചേട്ടന് ആരോഗ്യം കൊടുത്തു. ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുവാനും അവിടെ നല്ല തന്റെ അനുഭവ സാക്ഷ്യവും രക്ഷിക്കപ്പെട്ടതും അതുപോലെ നല്ല ഞങ്ങളെ ബലപ്പെടുന്ന ഒരു മെസ്സേജ് അവിടെ കൊടുക്കുവാനായിട്ട് ദൈവം അദ്ദേഹത്തെ എടുത്ത് ഉപയോഗിക്കുവാനായിട്ട് ആ മെസ്സേജ് യൂട്യൂബിലുണ്ട് ഇപ്പോഴും. അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ നാട്ടിൽ നിന്ന് തിരിച്ച് ബീഹാറിലേക്ക് കടന്നു വന്നു. ചില 2-3 ദിവസം വന്നതിന് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഒരുമിച്ച് പോയി മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പക്ഷെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ചേട്ടന് ചെറിയ പ്രയാസങ്ങളായി, ഇങ്ങനെ ഭയങ്കരമായ ക്ഷീണം. ആ സമയത്ത് ചേട്ടന്റെ പെങ്ങളും ഇതുപോലെ തന്നെ കോവിഡായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അവൾക്ക് ശ്വാസത്തിന് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ കാണുമ്പോൾ ഒത്തിരി ഭാരം തോന്നുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അന്ന് ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ഈ പെങ്ങളുടെ മകനും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് 3 പേരും കൂടി ഈ ഹോസ്പിറ്റലിൽ പോയി അവളെ കണ്ടിട്ടാണ് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോൾ ചേട്ടന് ചെറിയ അസ്വസ്ഥയായി. പിന്നെ പറ്റാത്തൊരവസ്ഥയപ്പോ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ ജെംസ് എന്ന് പറയുന്ന മിഷന്റെ ഹോസ്പിറ്റലില് ഔറംഗാബാദിൽ നിന്ന് ഏകദേശം 45 കിലോമീറ്റർ അപ്പുറമാണ്.
അവിടെ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്തു. അപ്പൊ ഒരിക്കൽ പോലും കോവിഡ് എന്നുള്ള ഒരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. ഈ കോവിഡ് ഉള്ള സമയത്ത് ഈ ലോക്ക്ഡൌൺ ഒക്കെ ഒന്ന് കഴിഞ്ഞപ്പോ ഈ ഗ്രാമങ്ങളിലൊക്കെ പോകുവാനും അതുപോലെ ഫിലിം ഷോകളിലൂടെ ഒക്കെ കർത്താവിനെ അറിയിക്കുവാനും ഒക്കെ ദൈവം ചേട്ടനെ സഹായിച്ചു. ഒരു മരണഭയം ചേട്ടന് ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും, ചേട്ടൻ എനിക്ക് അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ പറയുമ്പോ എന്നോട് പറയും, ബിന്ദു നീ എന്തിനാ പേടിക്കുന്നേ, എന്തെങ്കിലും പറ്റിയ ഏറ്റവും ലാസ്റ്റ് നമുക്ക് സംഭവിക്കുന്നത് അത് മരണമാണ്, അതിലപ്പുറം നമുക്ക് ഈ ലോകത്തൊന്നും സംഭവിക്കാനില്ല എന്ന് പറഞ്ഞ എന്നെ എപ്പോഴും ധൈര്യപ്പെടുത്തായിരുന്നു ചേട്ടൻ. അപ്പോ ആ ഒരു മരണഭയം അദ്ദേഹത്തിന് തീരെ ഉണ്ടായിരുന്നില്ല. അപ്പൊ മീറ്റിങ്ങൾക്ക് പോവാനും ഒരിക്കലും ഞാനിങ്ങനെ വിളിക്കുമ്പോൾ ചേട്ടൻ പറഞ്ഞു, പിന്നെ ഞാനൊരു ഫിലിം കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടൻ രാത്രി പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകും, കാരണം അവസ്ഥകള് മോശമാണ്. അപ്പോഴൊക്കെ ഇല്ലല്ലോ ഞാൻ ഇന്ന് തന്നെ പോകുമെന്ന് പറയാനിടയിൽ. പക്ഷെ കോവിഡൊക്കെ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടോ ഇല്ല നമുക്കതൊന്നും അറിയില്ല. പക്ഷെ ദൈവം അറിയാതെ അപ്പൊ ഞാൻ നാട്ടിലായിരിക്കുന്ന സമയത്ത് ദൈവം എന്നോട് ഇടപെട്ട ചില വാക്യങ്ങളാണ് മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങള്. അത് ആക്ച്വലി എപ്പോഴും അത് വായിക്കുകയും നമ്മൾ പറയുകയും ചെയ്യുന്നതാണെങ്കിലും ആ വാക്യം എന്നോട് ദൈവം വളരെയധികം വ്യക്തമായിട്ട് ഇടപെടുവാനായിട്ട് ഇടയായി തീർന്നു. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിന് 29-30 വാക്യം, കാശിന് 2 കുരികൾ വിൽക്കുന്നില്ലയോ, അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരികിലുകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരും. ഈ വാക്യം ഞങ്ങളുടെ ഫാമിലി പ്രയറിലെ, അന്ന് ചേട്ടനില്ല, ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഇങ്ങനെ വായിക്കുമ്പോ അന്ന് ഡെയിലി വായിക്കുന്ന വാക്യം ഇതാണ്. പുസ്തകം എന്നും ഓരോധികം വെച്ച് വായിക്കുന്നതില് ഈ വാക്യം വായിച്ചപ്പോ എനിക്കറിയില്ല, അത് എന്നോട് പരിശുദ്ധാത്മാവിനോട് ഇടപെടുവാനായിട്ട് ഇടയുന്നത്. അത് വീണ്ടും വീണ്ടും അതെന്നെ ഇങ്ങനെ ഓർപ്പിച്ചുകൊണ്ടിരുന്നു ഈ വാക്യം. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഈ ബീഹാറിലേക്ക് തിരിച്ചു വരുന്നതും ചേട്ടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് കോവിഡ് പോസിറ്റീവ്, അത് വീക്ക് പോസിറ്റീവ് എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് അവിടെ BP നോക്കിയപ്പോഴും ഷുഗറും BP എല്ലാം നോർമലായിരുന്നു. 96 ചേട്ടന്റെ ഓക്സിജൻ ലെവല്, സാച്ചുറേഷൻ ലെവല് 96 ആയിരുന്നു. ചെറിയൊരു ക്ഷീണം അത്രമാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ അവര് ഞങ്ങൾക്ക് മരുന്ന് തന്നു, വീട്ടിലേക്ക് വിട്ടു. വീട്ടിൽ മീൻസ് പെങ്ങളുടെ വീട്ടില്, പെങ്ങളന്ന് ആശുപത്രിയിലാണ്, പക്ഷെ ഞങ്ങളെ പെങ്ങളുടെ വീട്ടിലന്ന് ചേട്ടൻ റെസ്റ്റ് എടുത്തു. ഒരാഴ്ച കഴിഞ്ഞു. എന്നും ഇതേപോലെ സാച്ചുറേഷൻ ലെവൽ നോക്കും, മരുന്ന് കൊടുക്കും, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോൾ ചേട്ടന്റെ സാച്ചുറേഷൻ ലെവല് 96 എന്നുള്ളത് 81 ആയി. അങ്ങനെ അപ്പൊ തന്നെ ഈ ഹോസ്പിറ്റൽ തൊട്ടടുത്താണ്, ഈ മിഷന്റെ ജെംസിന്റെ ഹോസ്പിറ്റൽ തൊട്ടടുത്തായതുകൊണ്ട് ചേട്ടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനുണ്ടായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഒരു 10 ദിവസം ചേട്ടനെ ഹോസ്പിറ്റലിൽ കിടന്നു. ഈ 10 ദിവസവും ഈ നമ്മളറിയുന്ന ഒരു ഹോസ്പിറ്റലായതുകൊണ്ട് എപ്പോഴും ഒരു ദിവസം ഒരു 4-5 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി ചേട്ടനെ ശുശ്രൂഷിക്കാനും ചേട്ടന് ഭക്ഷണം കൊടുക്കാനും എല്ലാത്തിനും ദൈവം എനിക്ക് അവസരം ഒരുക്കി. അപ്പൊ എന്നോട് എല്ലാവരും ചോദിക്കും, ബിന്ദു സിസ്റ്റർ നിങ്ങൾ എങ്ങനെ പോകുന്നത്, നിങ്ങൾ PPT കിട്ടിയിട്ടാണോ പോണേന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും അവരിതാക്കാൻ വേണ്ടി എന്ന് പറയും. എവിടെ ഞാൻ ആക്ച്വലി ഒരു ചെറിയൊരു മാസ്ക്, ഒരു തുണിയുടെ മാസ്ക് മാത്രം വെച്ചിട്ടാണ് ചേട്ടൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരുന്നത്. ചേട്ടനെ അടുത്ത് ശുശ്രൂഷിക്കാനായിട്ട് ദൈവം സഹായിച്ചു. നാട്ടിലായിരുന്നു നമുക്കൊന്ന് കാണാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയായിരിക്കും, പക്ഷെ അതിനൊക്കെ ദൈവം അവസരങ്ങൾ ഒരുക്കി. ആരും ഒന്നും പ്രതീക്ഷിച്ചില്ല, കാരണം ഒരു സീരിയസ് അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ചേട്ടനിലോ മാറ്റപ്പെടും എന്ന് ഒരിക്കലും പോലും ഒരാൾ ചിന്തിച്ചു. കാരണം എല്ലാ കാര്യങ്ങളും നോർമൽ ആയതുകൊണ്ട് ആരും ഇതിൽ ചിന്തിച്ചില്ല. പക്ഷെ 2021 മെയ് 20-ലാണ് ദൈവസന്നിധിയിലേക്ക് ചേട്ടനെ ചേർക്കപ്പെടുവാനിടയായത്. ആ മെയ് 20 17, 18, 19 ഈ ദിവസങ്ങളിലും 19-ാം തീയതി മാത്രമാണ് ചേട്ടൻ, 17-ാം തീയതി ചേട്ടൻ ICUലേക്ക് മാറ്റി. 19-ാം തീയതി മാത്രമാണ് ചേട്ടൻ ഭക്ഷണം കഴിക്കാണ്ടിരുന്നത്. അതുവരെ അത്യാവശ്യം വേണ്ട ഭക്ഷണം, ഈ കിച്ചടി ആയിട്ടും ചെറിയ എന്താ പറയാ, നമ്മൾ നല്ല കഞ്ഞി എന്ന് പറയുന്ന പോലെ കഞ്ഞി, ചോറും പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള കിച്ചടി, അതൊക്കെ ചേട്ടന് കൊടുക്കുമായിരുന്നു. ഞാനും ICUയിൽ പോയി കാണും. പക്ഷെ ആ 19-ാം തീയതി രാത്രിയോടുകൂടിയാണ് ചേട്ടന്റെ ആ സാച്ചുറേഷൻ ലെവല് വളരെയധികം ലോ ആയി. സാമൊക്കെ വരാനായിട്ട് ഒത്തിരി ശ്രമിച്ചെങ്കിലും സാമിനും മോൾക്ക് 2 പേർക്കും വരാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിപ്പോയി. അവരെ വിളിച്ചിരുന്ന, മക്കളെ നിങ്ങൾ ശക്തരായിട്ടിരിക്കുക, പപ്പയ്ക്ക് ഇത്തിരി പ്രയാസമുണ്ട്, നിങ്ങൾ ഉപവസിച്ചെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കുഞ്ഞുങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥിച്ചു. പക്ഷെ അപ്പോഴും പപ്പ നമ്മളെ വീട്ടിൽ പോകും എന്നുള്ളൊരു ചിന്ത ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് രാത്രി ഞാൻ ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ കിടന്ന് കരഞ്ഞു, കർത്താവേ അവിടുത്തെ ഇഷ്ടം. അതുപോലെ തന്നെ അനേകരുടെ, ഈ ലോകത്തെമ്പാടുമുള്ള അനേകരുടെ വാട്സപ്പിലേക്ക് ഈ മെസ്സേജ് പോലുണ്ടായി. ഫാസ്റ്റ് രജിറ്റ്
സീരിയസ് ആണ്, എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറയുവാനായിട്ടിടയായി. അങ്ങനെ ലോകത്ത് മണ്ഡല ചേട്ടൻ അറിയുന്ന എല്ലാവരും ചേട്ടന് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിച്ചു. ഞാൻ വരാന്തിയിൽ തല കുമ്പിട്ട് കിടന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങനെ ബലപ്പെടുത്തണം, ദൈവം വലിയൊരു ആശ്വാസം തരുവാൻ. അതിനുശേഷം ഡോക്ടറിനെ വിളിച്ചു ബിന്ദുശ്രീ, ഞങ്ങള് കർത്താവ് എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ ചെയ്തു, പക്ഷെ ദൈവത്തിന് ഇഷ്ടമറ്റുന്ന ദൈവം തന്നെ ദൈവത്തിലേക്ക് ചേർത്തു എന്ന് പറയാനിടയായി. ആ സമയത്ത് എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് അവിടെ നിന്നത്. പക്ഷെ ഞാനും എന്റെ ഹസ്ബൻഡ്, പെങ്ങളുടെ ഭർത്താവ്, ഈ ഡോക്ടർ, അവിടെയുള്ള 1-2 പേര് മാത്രമേ ആ സമയത്ത് അവിടെ ഉള്ളൂ. ഞാൻ ഈ ഒരു 10 മണിയായ സമയത്തിന് ഞാൻ ഈ വ്യാഴാഴ്ച ഈ 19-ആം തീയതി 10 മണി രാത്രി 10 മണിക്കാണ് ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അപ്പൊ രാവിലെ ചെന്നപ്പോ ഒത്തിരി പ്രയാസമായിരുന്നു. എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായി ചേട്ടന്റെ അവസ്ഥ കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ചേട്ടൻ ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് ചേട്ടനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അന്ന് മൊത്തം പ്രാർത്ഥിച്ച് എല്ലാവരും വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അന്ന് മാത്രമാണ് ചേട്ടൻ ആ ഒരു സീരിയസ് അവസ്ഥയിൽ കണ്ടത്. അതിന് മുമ്പൊക്കെ എന്നെ കാണുമ്പോൾ ചേട്ടൻ ഇങ്ങനെ പുറത്തുനിന്ന് കാണിക്കുമ്പോ എന്നോട് പറയും, കമ്പ് കാണിക്കായിരുന്നു, ഞാൻ ഓക്കെയാണ്. ആ സമയത്തും ഞങ്ങളുടെ ഡയറക്ടർ ഡോക്ടർ BP മാത്യു വിളിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് സിസ്റ്റർ എങ്ങനെയുണ്ട്, ബോധമുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാം നല്ല ബോധമാണെന്ന് പറഞ്ഞു. ആ സാറ് ഞാൻ അപ്പൊ തന്നെ വീഡിയോ കോൾ ചെയ്തു. സാറ് പ്രാർത്ഥിച്ചു, ചേട്ടൻ ഇങ്ങനെ ബൈ ബൈ പറഞ്ഞു. പിന്നെ ഡോക്ടറിനോട് പറഞ്ഞു, ബിന്ദു സിസ്റ്റർ ഈ ലങ്സിലേക്ക് നേരിട്ട് ഓക്സിജൻ കൊടുക്കുന്ന ഇതിലേക്ക് കൊണ്ടുപോവാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റി ആ ഒരു ഇതിലേക്ക് കൊടുക്കുവാനായിട്ട് ചേട്ടന് മാറ്റുവാനിടയായി. ആ സമയത്ത് കാർഡിയാക് അറസ്റ്റ് വന്നിട്ടാണ് ചേട്ടൻ ദേവസ്ഥയിലേക്ക് ചേർക്കപ്പെട്ടത്. എന്നോട് വന്ന് പറഞ്ഞപ്പോ ഞാൻ ചേട്ടന്റെ കാര്യത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ നെറ്റിയിൽ ഉമ്മ വെച്ചിട്ട് കർത്താവേ അവിടുത്തെ കൃപ എനിക്ക് വേണം. സോറി, പക്ഷെ ദൈവം ആ കൃപയിലൊരു നിർത്തി. ഓ സോറി സിസ്റ്റർ, സോറി. അവിടെ ദൈവം കൃപയിൽ നിർത്തുവാൻ ദൈവം സഹായിച്ചു. വീണ് പോകാതെ, ആർക്കും ഒരു ഭാരമായി തീരാതെ അവിടെ നിൽക്കാൻ ദൈവം എന്നെ കൃപ ചെയ്തു. എന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ ആശ്വാസമായിരുന്നു. അന്ന് ആ ഫ്യൂണറൽ സർവീസ് വളരെ അനുഗ്രഹമായിട്ട് അവിടെ നടന്നു. ചേട്ടൻ എപ്പോഴും പറയുന്ന പോലെ ബീഹാറിന്റെ മണ്ണില് മരിക്കണം എന്നെപ്പോഴും പറയായിരുന്നു. ഞാൻ ജംസിന്റെ ക്യാമ്പസിൽ ഈ ബീഹാറിന്റെ മണ്ണിൽ തന്നെ അലിഞ്ഞു ചേരുവാൻ ദൈവം സഹായിച്ചു. ഒരു 97 ബീഹാറിൽ വന്നു. 2021 മെയ് 20 ദേവദാസന് ദേവസ്വത്തിൽ ചേർക്കപ്പെട്ടത്. 23 വർഷം 2021 ഫെബ്രുവരി 18 ഞങ്ങളുടെ 23ാമത്തെ വിവാഹ വാർഷികമായിരുന്നു. 23 വർഷം കുടുംബമായിട്ട് കർത്താവിനോട് നിൽപ്പാൻ സന്തോഷത്തോടും സമാധാനത്തോടും ദൈവം ഏതവസ്ഥയിലാക്കി അവിടെയൊക്കെ നിൽപ്പാനായിട്ട് ദൈവം സഹായിച്ചു. ചേട്ടനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, വളരെ എക്സ്ട്രാ ടാലന്റഡും എക്സ്ട്രാ പേഴ്സണാലിറ്റിയാണ് അദ്ദേഹത്തിന്റെ. ഒരിക്കലും ഒരാൾ കണ്ട അദ്ദേഹത്തെ ആരും മറക്കത്തില്ല. അതേപോലെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നേച്ചറുള്ള ആളും ആര് കണ്ടാലും മറക്കില്ല. അതുപോലെ ഒരാളെ പോലും മാറ്റി നിർത്തില്ലായിരുന്നു. ചേട്ടനിൽ ഞാൻ പഠിച്ച ചില കാര്യങ്ങളാണ്. ദേവദാസൻ എന്ന നിലയ്ക്ക് ബീഹാരികളായാലും മലയാളികളായാലും എല്ലാവരും ഒരുപോലെ കാണാനൊരു മനസ്സ് ദൈവം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സംസാരം, നന്നായിട്ട് സംസാരിക്കും, നന്നായിട്ട് പാടും. ദൈവം കൊടുത്തിട്ടുള്ള താലന്തുകള് അതൊന്നും ഒരു ഷൈപ്പില്ലാതെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക ദൈവം അദ്ദേഹത്തെ എടുത്ത് ഉപയോഗിച്ചു. ഞങ്ങള് ആ സമയത്ത് ഒരു 63ഓളം സുവിശേഷ തദ്ദേശീയരായ വേലക്കാര് ചേട്ടന്റെ കീഴിലുണ്ടായിരുന്നു. അവരുടെ ഒരു കോർഡിനേഷൻ, അവരുടെ ഒരു ലീഡർ, അവരെ കർത്താവിന് വേണ്ടി നിർത്തുക, ആ ഒരു ലീഡർഷിപ്പാണ് ചേട്ടൻ ഈ ഔറംഗാബാദ് അർബൻ ജില്ലയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ തന്നെ ഏൽപ്പിച്ച വേല വളരെ വിശ്വസ്തോടെ ചെയ്യുവാൻ ദൈവം സഹായിച്ചതുപോലെ അവിടെ നല്ലൊരു ചർച്ചും ഒരു പാഴ്സനേജും അത് ചേട്ടന്റെ കാര്യങ്ങളോട് തന്നെ പണിത് തീർക്കാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം ചേട്ടന്റെ വരുമാനത്തിന് ശേഷം 1 വർഷത്തോളം ഞാൻ
മോനുമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബൈജു ഐസക്, അദ്ദേഹത്തിന്റെ വൈഫ് സിസ്റ്റർ അനു ബൈജുവിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഞങ്ങൾ ഈ ബിൽഡിംഗ്, ഈ ചർച്ചൊക്കെ പാസ്റ്റേജ് പഠനത്തിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഫെബ്രുവരി 1 അവിടെ താമസിച്ചത്. പക്ഷെ അത് കഴിഞ്ഞ് ഏപ്രിൽ 6 വരെ അവിടെ താമസിച്ചുള്ളൂ. അതിനുശേഷം ഞാൻ പിന്നെ നാട്ടിൽ പോയി. ചേട്ടൻ പിന്നെയും 1 മാസം ഉണ്ടായി. പിന്നെ മെയ് 7-8 കൂടി ചേട്ടൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. പക്ഷെ ഇന്ന് അവിടെ ഞാൻ ഇടയ്ക്ക് അവിടെ പോവാറുണ്ട്. അപ്പൊ അവിടെ ആ ചർച്ച ഹോൾ നിറച്ചിന്ന് വിശ്വാസികളെ കാണുവാനായിട്ട് നമുക്ക് ദൈവം ഭാഗ്യം തരുന്നു. അപ്പൊ ആ സ്ഥലത്തേക്ക് നമ്മൾ വിതച്ചതൊന്നും ദൈവം പറഞ്ഞു, ഏറിയ നിന്റെ അപ്പത്തെ വെള്ളത്തിന് മേലെ ഏറിയ നാൾ കഴിയുമ്പോൾ അതിന്റെ ഫലം നിനക്ക് ലഭിക്കും. ആ ഫലത്തെ കണ്ട് സന്തോഷിപ്പാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ പ്രവർത്തനം വളരെ അനുഗ്രഹമായിട്ട് നടന്നു പോകുന്നു. ഇന്നിപ്പോ ആ ചർച്ച അങ്ങനെ പണിയണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പുതിയതായിട്ട് വന്നവരാൾക്ക് അത് പണിയാനൊന്നും പെട്ടെന്ന് സാധ്യമല്ല. പക്ഷെ അത് വളരെ നല്ല രീതിയിൽ ആ കോവിഡിന്റെ സമയത്ത് തന്നെ ഒരു ഭയവും കൂടാതെ ഓടി നടന്ന് അത് ചെയ്യുവാനും അതിന്റെ നേതൃത്വം കൊടുക്കാനൊക്കെ ദൈവം ചേട്ടൻ്റെ അടുത്ത് ഉപയോഗിച്ചു. ചേട്ടനെ ഏൽപ്പിച്ച വേലകൾ നല്ലൊരു കോർഡിനേറ്റർ ആയിട്ടും നല്ലൊരു ലീഡറായിട്ടും നല്ലൊരു ഭർത്താവായിട്ടും അങ്ങനെ എല്ലാ രീതിയിലും നമുക്കൊന്നും ഒരു കറ വളരാത്ത ഒരു ഇതായി ദൈവത്തിന്റെ വേല ചെയ്യാൻ ദൈവം സഹായിച്ചു. അനേക ദൈവമക്കളെ ഞങ്ങൾക്ക് വേണ്ടി ആ സമയത്തൊക്കെ പ്രാർത്ഥിച്ചു. അതിന്റെ പ്രതിഫലമാണ് ഞങ്ങളിങ്ങനെ ദൈവത്തിന്റെ സന്നിധിയില് വിശ്വസത്തോടെ നിൽപ്പാൻ ദൈവം സഹായിച്ചു. സങ്കീർത്തനം 139 പറയുന്ന പോലെ ദൈവം അറിയാതെ നമ്മുടെ നിരൂപണങ്ങള് ദൈവം എന്ത് ചെയ്യുന്നു, ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. അതായത് തലയിൽ ഒരു എന്താ പറയാ ഒരു മുടിനാലിൽ കൊഴിയുന്നെങ്കിൽ അത് ദൈവം അറിയാതെയല്ല സംഭവിക്കുന്നത്. ദൈവത്തിന് എന്തെങ്കിലും വലിയ വലിയ ഉദ്ദേശങ്ങൾ ഇതിന്റെ പറയില്ല. ആ ഉദ്ദേശം ദൈവം വരുന്നാളുകൾ നടത്തുമെന്ന് ഞാൻ പൂർണ്ണമായും മക്കളിലൂടെ ഒക്കെ ദൈവം അത് നിവൃത്തിയായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് ഞങ്ങളായിരുന്നു ഭാരങ്ങൾ വേർപാടെന്ന് നമുക്ക് വേദനയാണ്. ആ വേദന ഇല്ല എന്ന് ഒരാൾക്കും പറയാൻ പറ്റത്തില്ല. ആ വേദന നമ്മളെപ്പോഴും നമുക്കുണ്ടാകും. പക്ഷെ എങ്കിലും ആ വചനം ചിലപ്പോൾ ഒരു പാട്ടായിരിക്കാം, ചിലപ്പോ ഒരു വാക്യമായിരിക്കാം നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് നയിക്കുന്നത്. ദൈവജനം പറയുന്ന പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അത് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു. അത് ഈ ലോകത്തിൽ നമ്മുടെ ആയുസ് എത്രയാന്ന് നമുക്കറിയില്ല. ചേട്ടൻ എപ്പോഴും പറയും ഞാൻ 70 വയസ്സ് വരെ ജീവിക്കും, എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷെ ചേട്ടന്റെ ആയുസ്, പക്ഷെ ആ ഒരു ആരോഗ്യം പുലർത്തുന്ന ഓടുവാൻ ദൈവം സഹായിച്ച, വേല തിരിക്കുവാൻ ദൈവം സഹായിച്ചു. ആ മെസ്സേജ് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ്. കാരണം ഞാൻ നല്ല പോർപ്പ് ഒരു തോട്ടം തിരിച്ച് വിശ്വാസം കാത്തിനും നീതൊരു കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. ആ വാക്യം അതൊക്കെ വളരെയധികം പ്രാഗൽഭ്യത്തോടെ ആ മെസ്സേജിൽ ചേട്ടൻ പറയുന്നുണ്ട്. അപ്പൊ ആ മെസ്സേജ് പറയുമ്പോ അതിനു വേണ്ടി ക്ഷണിച്ച ഒരു ദേവദാസനോട് പറഞ്ഞു, ഞാൻ എഴുതി വെച്ചത് കുറെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് തയ്യാറാക്കുമല്ലോ, പക്ഷെ ആ നോട്ടൊന്നുമല്ല പറഞ്ഞത്, ആ പരിശുദ്ധാത്മാവ് എന്നെ വേറൊരു തലത്തിലേക്ക് നയിക്കുമായിരുന്നു. ആ രീതിയിലാണ് ചേട്ടൻ അന്നത്തെ മെസ്സേജ്. ആ മെസ്സേജ് എനിക്കും മക്കൾക്കും അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും അത് വളരെ ധൈര്യവും പ്രത്യാശയും നൽകുന്ന ഒരു മെസ്സേജാണ്. ദൈവം ഇതുവരെ നടത്തി യേശയ്യാവിൽ പറയുന്നത് പോലെ അമ്മ മറന്നാലും മറക്കാത്ത ദൈവത്തിന്റെ സ്നേഹം, ദൈവം നമ്മളെ ദൈവത്തിന്റെ ഉള്ളം കരങ്ങളില് യേശയ്യാവ് 16-17 പറയുന്നുള്ളൂ, ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളങ്കയിൽ വരച്ചിരിക്കുന്നു, നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. അതിനു മുമ്പിൽ 15 ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഒരമ്മയ്ക്ക് ഒരിക്കലും ഒരു കുഞ്ഞിനെ മറക്കാൻ പറ്റില്ല. അതിലും വലിയ സ്നേഹമാണ് ദൈവം നമുക്ക് തരുന്നത്. ആ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ആ ദൈവം സ്നേഹിക്കുന്നു. അമ്മയേക്കാൾ അധികം സ്നേഹിക്കുന്ന ദൈവസ്നേഹം. അതുപോലെ നമ്മുടെ ഉള്ളം കരുത്തിൽ നമ്മുടെ പിക്ചർ ദൈവം വരച്ചിരിക്കുകയാണ്. ആ ദൈവത്തിന് നമ്മളെ കുറിച്ച് ചില ഉദ്ദേശങ്ങളുണ്ട്. ചില തീച്ചുവഴികളെ കടത്തിവിടുമ്പോ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. അതിന് നിവൃത്തിയായിരുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി ഒരിക്കൽ കൂടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. പലപ്പോഴും കാര്യങ്ങൾ വരാറുണ്ട്, എങ്കിലും ദൈവത്തിന്റെ വചനം ശക്തിപ്പെടുത്തി മുന്നോട്ട് നയിക്കുന്നു. ഞാനിപ്പോ ഔറംഗാബാദിൽ ഞാൻ പറഞ്ഞു, അതിനുശേഷം 1 വർഷത്തോളം അവിടെ നിന്നു. അതിനുശേഷം ഇപ്പോ ഗയ ജില്ലയിലെ കർമൂരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കൊച്ചു ഗ്രാമം, അവിടെ സ്കൂളിൽ ഞങ്ങളുടെ മിഷനോട് ചേർന്ന്, ഞങ്ങളുടെ മിഷന്റെ ചെറിയ സ്കൂളാണ്. ഇവിടെയുള്ള പാവപ്പെട്ട കുഞ്ഞുങ്ങൾ, ഇതേപോലെ തന്നെ ലോ കാസ്റ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെന്ന് തന്നെ പറയാം, സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും വളരെയധികം താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, അതിനുള്ള ഒരു സ്കൂളാണ്.
ബദേൽ അക്കാഡമി, അവിടെ സ്കൂളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു. അവർക്ക് വേണ്ട മോറൽ വാല്യൂസ് കൊടുക്കാനും അതുപോലെ സെക്യുലർ എഡ്യൂക്കേഷൻ കൊടുക്കാനും കേട്ട് ഞാൻ ഉണ്ടായിരിക്കുന്നു. ദൈവത്തിന്റെ ആഗ്രഹം എന്റെ ജീവിതത്തിൽ നിറവേറണം. ദൈവം എത്ര നാളിവിടെ ആക്കുന്നു, ഈ ബീഹാറില് അത്രയും നാളെ ഇവിടെ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ട് ഒരിക്കൽ കൂടി ഞാൻ സമർപ്പിക്കുകയാണ്. എന്റെ സാക്ഷ്യം കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ദൈവം നമ്മളെ കരുതുന്നു. ദൈവം അറിയാതെ നമ്മൾ വിശ്വാസത്തിൽ വന്നതും ഇതുവരെ ദൈവത്തിന് നിൽപ്പാൻ ദൈവം സഹായിച്ചു. ഒരുപാട് ഞാൻ എന്റെ അപ്പച്ചന്റെ കാര്യം ഒന്നുകൂടി ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് 2002 അപ്പച്ചൻ യഥാർത്ഥമായിട്ട് ആ വിശ്വാസത്തിലേക്ക് കടന്നുകൊണ്ടായത്. മീൻസ് ദൈവം അപ്പച്ചനെ സ്നേഹിക്കുന്നതുകൊണ്ട് അപ്പച്ചന് ഒരു ലക്കോ വരുവാനിടേ 2002 എന്റെ ഓർമ്മ. അതോടുകൂടി ലക്കോ വന്നു. അപ്പച്ചനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ആ സമയത്ത് അപ്പച്ചൻ ഇങ്ങനെ പരസ്യമായിട്ട് മദ്യപാനം തുടങ്ങിയായിരുന്നു, ആരെയും ഭയമില്ലാത്തൊരവസ്ഥയില്. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഒത്തിരി ഭാരം. എന്റെ അമ്മ പറഞ്ഞു, ദൈവമേ ഞാൻ നോക്കിക്കോളാം, എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം എന്ന് പറയാനുണ്ടേ. അങ്ങനെ അപ്പച്ചനിലൊക്കെ വന്നു. പക്ഷെ അതോടുകൂടി അപ്പച്ചൻ ആ ബീഡിവലി മദ്യപാനം ഒക്കെ മാറി ഒരു കുഞ്ഞാടിനെ പോലെ ആകുവാനായിട്ട് ദൈവം സഹായിച്ചു. ദൈവം അപ്പച്ചനെ ഒരുപാട് സ്നേഹിച്ചതുകൊണ്ടും അതുപോലെ പലരെയും രക്ഷയിലേക്ക് നടത്തുന്ന ദൈവം അപ്പച്ചൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. എന്റെ ഇളയമ്മമാര് അവരൊക്കെ ഇപ്പോഴും പറയും, ചേട്ടൻ വചനം പറഞ്ഞിട്ടാണ് ഞങ്ങള് രക്ഷിക്കപ്പെട്ടതെന്ന് ഇപ്പോഴും പറയാം. അവരൊക്കെ ഇപ്പോഴും കർത്താവിന് വേണ്ടി വില കൊടുത്തുകൊണ്ട് ആയിരിക്കുന്ന എന്റെ അമ്മയുടെ അനീതിമാര്, അവരൊക്കെ വിശ്വാസികൾ ദൈവം അപ്പച്ചനെ എടുത്ത് ഉപയോഗിച്ചു. ഒരിക്കൽ കൂടെ ഞാൻ ആന്റിക്ക് നന്ദി പറയുന്നു. അതുപോലെ ഈ ജോയ്സ് ടിവിക്ക് ഒരുപാട് നന്ദി. എന്നെ മീറ്റിംഗ് ക്ഷണിച്ചതിനും എന്റെ സാക്ഷ്യം പറയാൻ അവസരം തന്നതിനും എന്റെ സാക്ഷ്യം നേർക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വേണ്ടിയും എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസേ കർത്താവ് സഹായിക്കട്ടെ. ശുശ്രൂഷ വേളകളില് എന്തെങ്കിലും എതിർപ്പുകളോ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ബുദ്ധിമുട്ടോ ഞെരുക്കങ്ങളോ പട്ടിണിയോ? മ്യൂട്ട് മാറ്റിയാട്ട്. സോറി, ദൈവം സഹായിച്ച് ഞാൻ പട്ടിണി കിടന്നിട്ടില്ല. ഒരിക്കൽ പോലും പട്ടിണി കിടക്കാനായിട്ട് ദൈവം അനുവദിച്ചിട്ടില്ല. പലപ്പോഴും ആ സമയത്തേക്ക് നമ്മളൊരു മിഷനുമായിട്ട്, ഞങ്ങളുടെ മിഷൻ ഇന്ത്യ മിഷൻ എന്നാണ് പേര്. അപ്പൊ സപ്പോർട്ടൊക്കെ ആ സമയത്ത് വളരെ കുറവായിരുന്നു. നമ്മള് സാധാരണ ജീവിതം പച്ചക്കറികളായിരിക്കും. ഇപ്പൊ നാട്ടിൽ നമ്മൾ എന്നും മീൻ കഴിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വരുമ്പോ അതൊരു ബുദ്ധിമുട്ട്. പക്ഷെ അങ്ങനെ ചില പ്രയാസങ്ങൾ, അല്ലാതെ പട്ടിണി ഒരിക്കൽ പോലും കിടക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. വളരെ സന്തോഷമായിട്ട് തന്നെ നിൽപ്പാൻ ദൈവം സഹായിച്ചു. എതിർപ്പുകൾ എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്കാണ് എതിർപ്പുകൾ. ഞാൻ പറഞ്ഞില്ല, ഹോട്ടലിൽ വെച്ച് BJP-ക്കാര് വന്ന് അന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് ഉണ്ടായിരുന്നെങ്കിൽ ഒത്തിരി പ്രയാസമായേനെ. പക്ഷെ അന്ന് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല, ഞങ്ങളന്ന് നാട്ടിലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളാണ് ലീഡർ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉപദ്രവിച്ചു തന്നെ. പക്ഷെ നിങ്ങൾക്ക് ദൈവം വിളിച്ചു. അതുപോലെ തന്നെ ഒരിക്കലും ഇതേപോലെ ഫിലിം കാണിച്ചു, ഈ ഒരു ഗ്രാമത്തിലെ ഫിലിം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഡയറക്ടർ ഡോക്ടർ ദീപ് മാത്യു ഉണ്ടായിരുന്നു. അദ്ദേഹം മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരാള് കയറി വന്ന് മൈക്ക് പിടിച്ചു പറിക്കുകയും അങ്ങനെ ചെറിയൊരു തടസ്സം ആ മീറ്റിംഗിന് അവിടെ നേരിടുവാനിടയായി. അല്ലാതെ കണ്ട് വേറെ രീതിയിൽ പ്രയാസങ്ങളൊന്നും ഇതുവരെ അങ്ങനെ നമ്മുടെ പ്രവർത്തന മേഖലയിൽ ഉണ്ടായിട്ടില്ല. ദൈവം നടത്തി. കർത്താവ് ദേവദാസിയെ സഹായിക്കട്ടെ. താങ്ക് യു. ഓക്കെ, ഇനിയും കർത്താവിന്റെ ദാസിയെ ആ ദേശത്ത് കർത്താവ് ഉപയോഗിക്കട്ടെ. അനേകർക്ക് പ്രയോജനവും ആശ്വാസവും ആക്കി കർത്താവ് തീർക്കട്ടെ. താങ്ക് യു സിസ്റ്റർ. ദേവദാസി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധന്യവാദ് പ്രഭുജി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഹല്ലേലൂയ, ഞങ്ങളെ നന്നായിട്ട് അറിയുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായി നല്ല സമയത്തിനായി ഈ വൈകിയ സമയത്തിന് അവിടുത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അമ്മയുടെ ഗർഭത്തിൽ പിണ്ണാകാരമാകുന്നതിന് മുമ്പേ ഞങ്ങളെ അറിയുന്ന ദൈവം, ആ ദൈവത്തിന്റെ സ്നേഹം കർത്താവെ ഹാലയിൽ അനുഭവിച്ചറിയുവാൻ അങ്ങ് കൃപ ചെയ്തതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. റേച്ചൽ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ജോയ്സ് ടിവി എന്റെ പ്രവർത്തനങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ദൈവം നീ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു.
അനുഗ്രഹിക്കണമേ. നമ്മുടെ പ്രാർത്ഥനകൾ ഏൽപ്പിച്ച വേലകൾ ദൈവം അതിവിശ്വസ്തോടെ ചെയ്യുവാൻ കർത്താവെ ഓട്ടം പൂർത്തിയാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിന് മുന്നിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടക്കുവാനുള്ള ദൈവത്തിന്റെ കൃപ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ അങ്ങ് പകരുമാറാണമേ നമ്മോട് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുമ്പോൾ ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. ഹല്ലേലൂയ. നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നതിനാൽ അവ എല്ലാ ദൈവമാരും വിടിവിക്കുന്ന വചനത്തിനായി സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും കൃപയിൽ നിർത്തുകയും ചെയ്യണമേ നമ്മോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ആന്റിക്ക് വേണ്ടി, ഒരു കുടുംബത്തിന് വേണ്ടി കർത്താവെ ഈ ജോയ്സ് TV പ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിനുമായി നന്ദി പറയുന്നു. അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുന്നു. കൃപയിൽ അങ്ങ് പൊതിയണമേ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് പ്രാർത്ഥനയുടെ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന്റെ പാദത്തിൽ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ സ്വീകരിക്കണമേ സ്വർഗ്ഗീയ നല്ല പിതാവേ. ആമേൻ.